ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ നോവൽ മനക്കിലെ തത്ത, അധ്യായം 30. വിഷ്ണു പാർട്ടി ഓഫീസിലെത്തി. കുമാരനും ചാത്തുവും നാരായണനും അവിടെയുണ്ടായിരുന്നു. വിഷ്ണു മുഖവരയൊന്നും കൂടാതെ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവരോട് തുറന്നു പറഞ്ഞു. അവർ അനുകമ്പയോടെ കേട്ടിരുന്നു. എനിക്ക് മീനുവിനെ വേണം, നിങ്ങൾ സഹായിക്കണം, വിഷ്ണു പറഞ്ഞു നിർത്തി. നാരായണൻ്റെ കണ്ണുകൾക്ക് തിളക്കമേറിയിരുന്നു. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് കുമാരനെയും ചാത്തുവിനെയും നോക്കി. അവർ ചിന്താധീനരായിരുന്നു. വിഷ്ണു ആകാംക്ഷയോടെ ഓരോ മുഖങ്ങളിലേക്കും മാറി മാറി നോക്കുകയായിരുന്നു. ഞങ്ങൾ സഹായിക്കാം, പക്ഷേ ഞങ്ങളുടെ കൂടെ നിൽക്കണം. എന്തു സംഭവിച്ചാലും വിട്ടുപോകരുത്. മീനുവിനെ കല്യാണം കഴിക്കാനുള്ള തീരുമാനത്തിന് മാറ്റമുണ്ടാകരുത്. മീനുവിനായിട്ട് മരിക്കണമെന്നാൽ അതും ചെയ്യാം, വിഷ്ണു പറഞ്ഞു. എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. നാരായണൻ ചിരിച്ചു. ബീഡിപ്പൊതിയെടുത്ത് കുമാരനും ചാത്തുവിനും ഓരോന്നും നൽകി. ഒരെണ്ണം ചുണ്ടിൽ വെച്ച് തീപ്പെട്ടി ഉരച്ച് കൊളുത്തി. അയാളുടെ വായിലൂടെയും മൂക്കിലൂടെയും പുക പുറത്തേക്ക് തള്ളി വന്നു. വായുവിൽ അത് അലിയുന്നത് നോക്കിയിരിക്കവേ അയാളുടെ കണ്ണുകൾ ഇറുകി ചെറുതായി. ഏതായാലും ഞങ്ങളീ പ്രശ്നം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയിൽ ഒന്ന് ചർച്ച ചെയ്യട്ടെ, നാരായണൻ പറഞ്ഞു. വിഷ്ണു മടങ്ങിപ്പോന്നു. അന്ന് തന്നെ പാർട്ടി കമ്മിറ്റിയിൽ പ്രശ്നം ചർച്ച ചെയ്യപ്പെട്ടു. വിഷ്ണുവിനെ സഹായിക്കുന്നതിൽ ആർക്കുമില്ല എതിർപ്പ്. എന്നു മാത്രമല്ല, ഉത്സാഹക്കൂടുതലുമുണ്ട്. എത്രയും വേഗം പ്രശ്നപരിഹാരത്തിനായി പ്രവർത്തിക്കണം. ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറരുത്. വിഷ്ണുവിനെ വിടുകയുമരുത്. മീനുവിനെ വിഷ്ണുവിന് കല്യാണം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ജീവിതമാർഗം കൂടി തെളിച്ചു കൊടുക്കണം. ചെല്ലപ്പൻ്റെയും മീനുവിൻ്റെയും വിഷ്ണുവിൻ്റെയും സുരക്ഷിതത്വം പാർട്ടി ഏറ്റെടുക്കണം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും പാർട്ടി കൂലങ്കഷമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുത്തു. പാർട്ടിക്ക് നല്ലൊരു ഇരയെ കിട്ടിയതിൻ്റെ സന്തോഷവും ആവേശവും ഉണ്ടായിരുന്നു. മേലംകുളത്തിൻ്റെ മകൻ വിഷ്ണു നമ്പൂതിരിയെ ഒരു ചൊവ്വോത്തിയെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കുക, കുടിപ്പക തീർക്കുക. അവർക്കിത് ഒരു വർഗവൈരത്തിൻ്റെ പ്രശ്നമാണ്. അനന്തകൃഷ്ണൻ്റെ ചോര, അനേകം സഖാക്കളുടെ ചോര. അവർ അതിനുവേണ്ടി എന്തു വില കൊടുക്കാനും തയ്യാറായി. പാർട്ടി കൂടെ വിഷ്ണുവിനെ വിളിപ്പിച്ചു. സ്റ്റഡി ക്ലാസുകൾ നൽകി. ആത്മവിശ്വാസവും ധൈര്യവും നൽകി. വിഷ്ണു നമ്പൂതിരി ആദ്യം ചെയ്യേണ്ടത് മനക്കിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. പിന്നെ അവിടെ തിരിഞ്ഞു കയറരുത്. ഞങ്ങളെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, നിങ്ങളെ സഹായിക്കും. മനക്കിൽ നിന്നും ഇറങ്ങിപ്പോന്നാൽ എവിടെ താമസിക്കണമെന്നൊന്നും പേടിക്കേണ്ട. അതിനൊക്കെ സൗകര്യമുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളിൽ ഒരാളായി തീരണം, എന്നാലേ സംഗതികൾ നടക്കൂ. അതുപോലെ മീനുവിനെ കല്യാണം കഴിച്ചതിന് ശേഷം എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നാടുവിട്ട് പോയിക്കളയാം എന്ന പരിപാടിയൊന്നും നടപ്പാകുകയില്ല. നിങ്ങൾ രണ്ടാളും നശിക്കുകയാവും. അതുകൊണ്ടുണ്ടാവുന്ന ഫലം. വിഷ്ണു നമ്പൂതിരിക്ക് അധ്വാനിക്കാനുള്ള ആരോഗ്യമുണ്ടല്ലോ, മീനുവിനുമുണ്ട്. വിയർപ്പിൻ്റെ വില കൊടുത്ത് വാങ്ങുന്ന ആഹാരം കഴിച്ചവർക്കേ അതിൻ്റെ രുചി മനസ്സിലാകൂ. അധ്വാനിക്കേണ്ടി വരും. ഞങ്ങൾ കഴിയുന്നതുപോലെ സഹായിക്കും. ഞങ്ങളിൽ ഒരാളായി തീരണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അതുപോലെ മീനുവിനെ കല്യാണം കഴിച്ച് കുറേനാൾ കഴിഞ്ഞിട്ട് ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നി അവളെ ഉപേക്ഷിച്ചു പോകാനൊന്നും ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഞങ്ങൾ പറയുന്നത് ഇതാണ്: വിഷ്ണു നമ്പൂതിരി അധ്വാനിച്ച് അവളെ സംരക്ഷിക്കണം. അവളെയെന്നും സ്നേഹിച്ച് കാത്തുകൊള്ളണം. അവളിലുണ്ടാവുന്ന കുട്ടികളെ പോറ്റണം. മേലംകുളത്ത് മനയെന്നോ നമ്പൂതിരിയെന്നോ ഉള്ള ചിന്ത ഒരിക്കലും ഉണ്ടാവരുത്. അങ്ങോട്ട് മടങ്ങിപ്പോവുകയുമരുത്. ബാക്കി കാര്യമൊക്കെ ഞങ്ങളേറ്റു. വിഷ്ണു തലകുലുക്കി സമ്മതിച്ചു. മീനുവിനെ കിട്ടണം, അതേ വേണ്ടൂ. അവൾക്ക് വേണ്ടി അയാൾ എന്തും ചെയ്യും. മീനുവിനോടുള്ള സ്നേഹത്തിൽ മുഗ്ധമായി പോയ ആ ചെറിയ മനസ്സിന് പിന്നെ ഒന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അയാൾ അനന്തമായി ആഹ്ലാദിച്ചു. കുഴപ്പങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് തോന്നി. വിഷ്ണു പാർട്ടി ഓഫീസിൽ കയറിയിറങ്ങുന്നതും പാർട്ടി അയാളുടെയും മീനുവിൻ്റെയും വിവാഹക്കാര്യം എടുത്തിരിക്കുന്നതും പരസ്യമായി. നമ്പൂതിരിപ്പാടും വിവരം അറിഞ്ഞു. പാലത്തുരുത്ത് ഒന്ന് ഇളകി മറിയാൻ പോവുകയാണെന്ന് ചിലർക്ക് തോന്നി. വിഷ്ണുവിന് നല്ല തൻ്റേടമുണ്ടായിരുന്നു. പാർട്ടി പറയുന്നതെന്തും അനുസരിക്കാൻ അയാൾ തയ്യാറായി. തൻ്റെ പെണ്ണിനെ തനിക്ക് ലഭിക്കണം. പാർട്ടിയുടെ ആത്മാർത്ഥതയിലും വിശ്വസ്തതയിലും അയാൾക്ക് മതിപ്പ് തോന്നി. പാലത്തുരുത്തിലെ പാവങ്ങൾ തൻ്റെ പിന്നിലുണ്ട്. പാർട്ടി തനിക്കു വേണ്ടി നിലകൊള്ളും. മനക്കിലെ ഇരുട്ടും അവരുടെ സ്നേഹത്തിൻ്റെ വെളിച്ചവും തമ്മിൽ വിഷ്ണു താരതമ്യപ്പെടുത്തി. സമ്പത്ത്, പ്രൗഢി, പദവി ഇതൊക്കെ ഇരുണ്ട നിലവറയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് സ്നേഹത്തിൻ്റെ പ്രകാശം പെയ്യുന്ന സുഖശീതളമായ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലണം. മീനു കൂട്ടിനുണ്ടാവും. മീനുവിനെ കയ്യിൽ കിട്ടിയിട്ട് തൻ്റെ കഴിവും കരുത്തും എന്താണെന്ന് കാട്ടിക്കൊടുക്കണം ലോകത്തിന്.
ലോകം ഇരുവശത്തും നിരന്നു നോക്കുന്ന തെരുവിലൂടെ അവളുടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് നടന്നു പോകണം, ജീവിതത്തിൻ്റെ അപാരതയിലേക്ക്, അഗാധതയിലേക്ക്. എന്നിട്ട് വിളിച്ചു പറയണം, ഈ വിഷ്ണു വിഡ്ഢിയല്ല, ബുദ്ധിയില്ലാത്തവനല്ല, കരുത്തില്ലാത്തവനല്ല. ഇതാ നോക്കിക്കൊള്ളൂ, മരങ്ങളെ പിഴുതെടുക്കാൻ എനിക്ക് കഴിയും, പാറകൾ ചവിട്ടിപ്പിടിക്കാൻ എനിക്ക് കഴിയും, പർവ്വതത്തെ വലിച്ചുകൊണ്ടു പോകാൻ എനിക്ക് കഴിയും. എൻ്റെ സാധു പെൺകുട്ടിക്കു വേണ്ടി എന്തും ചെയ്യാൻ എനിക്ക് കരുത്തുണ്ട്. ഞാനൊരു ധീരനാണ്. ഞാൻ ലോകത്തെ ഇളക്കിമറിക്കാൻ പോവുകയാണ്. എന്നെ തടഞ്ഞു നിർത്താൻ മതിലുകൾക്കും സമുദ്രങ്ങൾക്കും സാധിക്കുകയില്ല. സ്നേഹത്തിൻ്റെ അഹങ്കാരവും തൃഷ്ണയും മൃഗീയതയും അയാളെ അന്ധനാക്കി. വികാരത്തിൻ്റെ ഊറ്റത്തിലും ഉന്മത്തതയിലും അയാൾക്ക് തന്നെ നഷ്ടപ്പെട്ടു പോയി. നമ്പൂതിരിപ്പാട് കലിപൂണ്ടു നിൽക്കുകയായിരുന്നു. വിഷ്ണു ചെന്നപാടെ അദ്ദേഹം അടുത്തു വിളിച്ചു വരുത്തി. കലിയടക്കി ശാന്തനാകാൻ ഭാവിച്ചുകൊണ്ട് വിവരങ്ങൾ ചോദിച്ചു. പാട്ടി നൽകിയ ആവേശത്തിലും ധൈര്യത്തിലും മതിമറന്നു പോയ വിഷ്ണു വെട്ടിത്തുറന്നു പറഞ്ഞു, ഞാൻ മീനുവിനെ വേൾക്കും. നമ്പൂതിരിപ്പാട് വെട്ടുകിട്ടിയതുപോലെ നിന്നു. കോപഭ്രാന്ത് പിടിപെട്ട നിലയിൽ അദ്ദേഹം വിഷ്ണുവിനെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചു. അച്ഛന് എന്നെ തല്ലാം, കൊല്ലാം, എൻ്റെ സ്നേഹത്തെ നശിപ്പിക്കാൻ കഴിയില്ല. അടിയേറ്റ് വിഷ്ണു വീണു. അച്യുതൻ നായർ ഇടപെട്ടതുകൊണ്ട് ചവിട്ടേറ്റ് ചാകാതെ രക്ഷപ്പെട്ടു. അയാൾ മണ്ണും പൊടിയും തട്ടിക്കളഞ്ഞുകൊണ്ട് അച്യുതൻ നായരെയും അച്ഛനെയും മാറി മാറി നോക്കി. ഏതാനും ചുവടുകൾ പുറകോട്ട് നടന്നു. പിന്നെ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പടിപ്പുര കടന്ന് പുറത്തേക്ക് പോയി. വിഷ്ണു പാർട്ടി ഓഫീസിലെത്തി. നാരായണനെ കണ്ട് വിവരങ്ങൾ പറഞ്ഞു. താൻ മനക്കിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങിപ്പോന്നിരിക്കുകയാണെന്നറിയിച്ചു. അയാൾ കരയാതിരിക്കാൻ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. കണ്ണുകൾ പലപ്പോഴും നിറഞ്ഞു വന്നു. നാരായണൻ അയാളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. നാരായണനും വിഷ്ണുവും പാർട്ടി ഓഫീസിലുറങ്ങി. പിറ്റേന്ന് നാരായണൻ ചെല്ലപ്പനെ വിളിച്ചു വരുത്തി. വിഷ്ണു മീനുവിനു വേണ്ടി മനക്കിൽ നിന്ന് ഇറങ്ങിപ്പോന്നുവെന്ന വിവരം അറിയിച്ചു. സംഗതി ഗുരുതരമായി തീർന്നിരിക്കുന്നുവെന്ന് ചെല്ലപ്പന് മനസ്സിലായി. വിഷ്ണു ചെല്ലപ്പനെ തൻ്റെ മനസ്സ് തുറന്നു കാണിച്ചു. അയാൾ വല്ലാതെ പരവശനായി കാണപ്പെട്ടു. എനിക്ക് മീനുവിനെ വേണം. അയാൾ കണ്ണീരൊപ്പി. നാരായണൻ ചെല്ലപ്പനോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനത്തെക്കുറിച്ചും എടുക്കാനിരിക്കുന്ന നടപടികളെക്കുറിച്ചും പറഞ്ഞു. ചെല്ലപ്പൻ വഴങ്ങിയില്ല. അത് നടക്കില്ല, അയാൾ തീർത്തു പറഞ്ഞു. പാർട്ടിയും വിഷ്ണുവും കുഴങ്ങി. വിഷ്ണു തകർന്നു. സർവവും അസ്തമിക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. അയാൾ ഭഗ്നാശനായിപ്പോയി. സാരമില്ല, ചെല്ലപ്പൻ പറഞ്ഞാൽ പോരല്ലോ, ഞാൻ മീനുവിനെ കൂടി ഒന്ന് കാണട്ടെ, നാരായണൻ ആശ്വസിപ്പിച്ചു. നാരായണൻ മീനുവിനെ കണ്ട് സംസാരിച്ചു. ഒരു കാര്യം അയാൾക്ക് വ്യക്തമായി. വിഷ്ണുവിന് വേണ്ടിയാണെങ്കിൽ അവൾ ജീവിക്കും, അല്ലെങ്കിൽ മരിക്കും. രണ്ടും വിഷ്ണുവിനു വേണ്ടി മാത്രമായിരിക്കും. അവൾ അണുവിട പോലും വ്യതിചലിക്കുകയില്ല. വിഷ്ണുവിനുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹവും തൻ്റെ ഇടവും മീനുവിനുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. തനിക്ക് വേണ്ടി വിഷ്ണു വീട്ടിൽ നിന്നിറങ്ങിപ്പോന്നു എന്നറിഞ്ഞപ്പോൾ മീനു കരഞ്ഞു. ഉടനെ വിഷ്ണുവിനെ കാണണമെന്ന് വാശി പിടിച്ചു. നാരായണൻ്റെ കൂടെ പാർട്ടി ഓഫീസിലേക്ക് പോകാൻ കൂടി അവൾ തയ്യാറായി. നാരായണൻ വിലക്കി. അയാൾ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു പറഞ്ഞു. മീനുവിൻ്റെയും വിഷ്ണുവിൻ്റെയും വിവാഹം അധികം താമസിയാതെ പാർട്ടി നടത്തും. അവർക്ക് ജീവിക്കാൻ ഒരു ചെറിയ വീട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. വിഷ്ണുവും മീനുവും അധ്വാനിക്കാൻ സന്നദ്ധരാവണം. മീനു കോരിത്തരിച്ചു. അവൾ വിഷ്ണുവിനു വേണ്ടിയും വിഷ്ണു അവൾക്കു വേണ്ടിയും വിയർപ്പൊഴുക്കുക. കണ്ണീരല്ല, വിയർപ്പ്. അവൾ ആനന്ദോന്മത്തയായി. വിഷ്ണുവിനു വേണ്ടി എന്ത് കഠിന അധ്വാനവും ചെയ്യാൻ അവൾ സന്നദ്ധയായിരുന്നു. എല്ലാ കുഴപ്പങ്ങളും തീർന്നതായി അവൾ വിചാരിച്ചു. അവൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജീവിതത്തിലേക്കാണ് എല്ലാം വിരൽ ചൂണ്ടുന്നത്. പാർട്ടി തങ്ങളുടെ കൂടെ എന്തിനു സന്നദ്ധമായി നിൽക്കുന്നുവെന്നറിഞ്ഞപ്പോൾ അവളുടെ എല്ലാവിധ ആശങ്കകളും സംശയങ്ങളും നീങ്ങിക്കിട്ടി. ഇനി യാതൊന്നും ഭയപ്പെടാനില്ല, യാതൊന്നും. പക്ഷേ ചെല്ലപ്പൻ, അതാണ് ഇനിയുള്ള പ്രശ്നം. ചെല്ലപ്പനെ കൊണ്ടുകൂടി സമ്മതിപ്പിക്കണം. ചെല്ലപ്പൻ്റെ സമ്മതം കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേന്ന് വിവാഹം. അത് ആഘോഷമായിട്ട് നടത്തണം. നാരായണൻ ആലോചിച്ചു. മീനു ഉറച്ചു നിൽക്കുകയാണെന്നറിഞ്ഞപ്പോൾ വിഷ്ണുവിൻ്റെ ഭയാശങ്കകൾ നീങ്ങി. അയാൾക്ക് സന്തോഷമായി. അയാൾ പാർട്ടി ഓഫീസിൽ തന്നെ സദാനേരവും കഴിച്ചുകൂട്ടി. പാർട്ടി ചെല്ലപ്പൻ്റെ മേൽ വീണ്ടും വീണ്ടും സമ്മർദ്ദം ചെലുത്തി. അതനുസരിച്ച് കുട്ടപ്പൻ ചെല്ലപ്പൻ്റെ മേൽ ബദൽ സ്വാധീനം ചെലുത്തി. ചെല്ലപ്പ, അവർ പറയുന്നത് കേട്ടാൽ നീ തകർന്നു പോകും. അവർ വേണമെങ്കിൽ കല്യാണം കഴിപ്പിച്ചേക്കും. അതൊക്കെ എളുപ്പമാണ്. എന്നിട്ട് അവർ അവരുടെ പാട്ടിന് പോകും. തിരിഞ്ഞു നോക്കുകയില്ല. ആ മണ്ടനുണ്ടല്ലോ വിഷ്ണു, മീനുവിൻ്റെ കൂടെ കുറേ നാൾ പുറത്തിട്ട് അവൻ്റെ വഴിക്ക് പോകും. പിന്നെ വയറും വീർപ്പിച്ച് നാടുനീളെ പെച്ചു തിണ്ടുന്നത് നിന്റെ പെങ്ങളായിരിക്കും. മാത്രമല്ല നമ്പൂതിരിപ്പാട് വെറുതെ ഇരിക്കുമെന്നാണോ നീ കരുതുന്നേ?
അദ്ദേഹം ഇതിനൊന്നും പ്രതികാരം ചെയ്യാതിരിക്കില്ല. കൊന്നുകളയാനും മടിക്കുകയല്ല. അനുഭവിക്കുന്നത് നീയും നിന്റെ പെങ്ങളും. കുട്ടപ്പൻ കൂടെ കൂടെ ഇങ്ങനെ പറഞ്ഞു. ചെല്ലപ്പൻ കുഴങ്ങി. മാനസിക സംഘർഷം അയാളെ അല്പാൽപമായി തകർത്തു. മീനുവിനെ പിന്തിരിപ്പിക്കാൻ അയാൾ ആവുന്നതുപോലെ ശ്രമിച്ചു. അണുവിട പോലും വ്യതിചലിക്കാൻ മീനു തയ്യാറില്ല. അയാൾ അവളെ തല്ലി, ചവിട്ടി. മീനുവിന് ഇളക്കമുണ്ടായില്ല. ഒരിക്കൽ കൂടി ചെല്ലപ്പനെ പാർട്ടി വിളിച്ചു വരുത്തി. കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞാൽ താമസിക്കാനുള്ള വീടും വീട് പുലർത്താനുള്ള ജോലിയും വരെ തങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് അവർ ചെല്ലപ്പനെ അറിയിച്ചു. മാത്രമല്ല, പാർട്ടി ഇതിനായി ഒരു ഫണ്ട് പിരിവ് ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ പാർട്ടി ഫണ്ടിൽ നിന്നും ഒരു തുക സംഭാവനയായി കൊടുക്കും. വിവാഹം കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെയും ചെല്ലപ്പൻ്റെയും സുരക്ഷിതത്വം തങ്ങൾ ഏറ്റെടുത്തുകൊള്ളാമെന്ന വാഗ്ദാനവും നൽകി. എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്ത് വിശ്വസനീയമായി ചെല്ലപ്പനെ ധരിപ്പിച്ചു. ഞാൻ ആലോചിക്കാം. ചെല്ലപ്പൻ മടങ്ങിപ്പോയി. മെഴുകുതിരി ഉരുകി വീഴുന്നു. നിശ്ചലമായി ജ്വലിക്കുന്ന മഞ്ഞനാളം, വിളറിയ വെളിച്ചം. അച്യുതൻ നായർ വാതിലിൽ ചാരി നിൽക്കുന്നു. നമ്പൂതിരിപ്പാട് തിണ്ണയിൽ ഉലാത്തുന്നു. കുട്ടപ്പൻ ഭവ്യതയോടെ പടിപ്പുരം മുറ്റത്ത് നിൽപ്പുണ്ട്. നമ്പൂതിരിപ്പാട് ചോദിച്ചു, കുട്ടപ്പന് രണ്ടിനെയും ഇവിടെ എത്തിക്കാതെ തന്നെ തീർക്കാമോ? ചെല്ലപ്പൻ്റെ കാര്യമേറ്റു. മീനുവിനെ കളപ്പുരയിൽ കൊണ്ടുവരും. അവൻ്റെ കാര്യമേറ്റോ? ഏറ്റു. പക്ഷെ കേസുണ്ടായാൽ? ഉണ്ടാവില്ല. ഉണ്ടായാൽ കുട്ടപ്പൻ്റെ കാര്യം ഞാൻ ഏറ്റു. എന്നെ അറിയാലോ. എല്ലാം വിറ്റിട്ടാണെങ്കിലും. പക്ഷെ തെളിവുണ്ടാകരുത്. അതൊക്കെ വേണ്ട തരത്തിൽ ചെയ്യാം. ചെല്ലപ്പനുമായിട്ട് അലോഹ്യം ഒന്നുമില്ലല്ലോ. പഴയതിനേക്കാൾ ലോഹ്യമാണ്. ആർക്കുമില്ല സംശയം. അത് നന്നായി. നേരത്തെ പറഞ്ഞതുപോലെ കൈകാര്യം ചെയ്താൽ ഒരു നായ പോലും അറിയില്ല. അവളെയും പറ്റുമെങ്കിൽ പുഴയിൽ തട്ട്. അത് വേണ്ട, ഞാൻ കൊണ്ടുവരും. ശകലം ചോര അവിടുത്തെ കയ്യിലും പറ്റിക്കോട്ടെ. കേസ് വന്നാൽ അവിടത്തേക്ക് കൂടി ചൂടുണ്ടാവുമല്ലോ. കുട്ടപ്പനുള്ളത് തെളിച്ചങ്ങോട്ട് പറയും. എന്താത്ര നിർബന്ധം? പറഞ്ഞല്ലോ, എൻ്റെ തലയിൽ മാത്രം പഴി വന്നാൽ അങ്ങൊന്നിന് ചൂടുണ്ടാവൂല്ല. അതങ്ങനെയാ. എനിക്ക് തിരുമേനിയെ വിശ്വാസമാ. വിശ്വാസത്തിൻ്റെ കൂടെ ഇതും കൂടിയായാൽ ഇരട്ടി വിശ്വാസമാ. അവളെ അവിടുന്ന് തന്നെ കൈകാര്യം ചെയ്താൽ മതി. ഞാനും സഹായിക്കാം. തിരുമേനിക്ക് പിന്നെ ശുദ്ധം ചെയ്താൽ മതിയല്ലോ. രൂപയുടെ ഇടപാടെങ്ങനെയാ? പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ തുക എത്രയും കിട്ടണം. പകുതി കാശ് അച്ചാരം വേണം. പണ്ട് കുട്ടപ്പൻ ഇങ്ങനല്ലായിരുന്നു. കാലം മാറിയില്ലേ? നമ്പൂതിരിപ്പാട് അല്പനേരം ചിന്താമഗ്നനായി നിന്നു. സംഗതി എത്രയും പെട്ടെന്ന് വേണം. ചെല്ലപ്പൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ലല്ലോ, അല്ലേ? അവർ നിർബന്ധിക്കുന്നുണ്ട്. ഞാൻ ചെല്ലപ്പനെ പറഞ്ഞ് വിലക്കി നിർത്തിയിരിക്കുക. ചെല്ലപ്പൻ സമ്മതിച്ചാൽ അന്ന് കല്യാണം നടക്കും. അവന് ഇനി സമ്മതിക്കാനുള്ള സമയം കിട്ടരുത്. സംഭാഷണം അവസാനിച്ചതുപോലെ തോന്നി. അല്പം കഴിഞ്ഞ് നമ്പൂതിരിപ്പാട് കുട്ടപ്പനോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അയാൾ ഇറങ്ങി ഇരുട്ടിൽ മറഞ്ഞു. അധ്യായം 31. ചെല്ലപ്പനും വിഷ്ണുവും പാർട്ടിക്കാരായ 4 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാരായണന്റെ മുറിയിൽ. വെളിയിൽ മഴ ചാറുന്നുണ്ടായിരുന്നു. അലച്ചെത്തുന്ന കാറ്റ് ജനലിൽ ശക്തിയായി തള്ളുന്നു. വിഷ്ണു ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ, ദൈന്യതയോടെ ചെല്ലപ്പൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. നാരായണൻ പറഞ്ഞു, ചെല്ലപ്പൻ, ഒരു തീരുമാനം പറയ. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. എന്തു പ്രശ്നമുണ്ടായാലും ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. ഒന്നും പേടിക്കണ്ട. പേടിയില്ല. പിന്നെ വിഷ്ണു, നീ വിചാരിക്കുന്ന പോലെ കഴിവില്ലാത്തവനൊന്നുമല്ല. മീനുവിനെ പൊന്നുപോലെ നോക്കിക്കോളും. അവർക്കെതിരായിട്ട് ഒരു തീരുമാനം നടപ്പാകില്ല. അതുമാത്രമല്ല ചെല്ലപ്പ, ഇത് ലോകത്തിനൊരു മാതൃകയായി തീരണം. ജാതിയും മതവും ഉച്ചനീചത്വങ്ങളും സ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും മുന്നിൽ ഒന്നുമല്ല. അത് തെളിയിക്കാൻ ഒരവസരവും കൂടിയാണിത്. ചെല്ലപ്പൻ ചിന്താക്കുഴപ്പത്തിലാണ്ടു. വീർപ്പുമുട്ടലോടെ തല കുടഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ നാളെ തീരുമാനം പറയാം. നാളെ രാവിലെ. എനിക്ക് ഒന്നുകൂടെ ആലോചിക്കണം. എത്ര ആലോചിച്ചോ? ഇനി മീനുവിനെ പിന്തിരിപ്പിക്കാനാണോ? അത് ആലോചിക്കുകയേ വേണ്ട. മീനു വിഷ്ണുവിനെ തള്ളിപ്പറയുകയില്ല, തീർച്ച. വിഷ്ണുവിൻ്റെ കണ്ണുകൾ സ്നേഹാധിക്യത്താലും അഭിമാനത്താലും തിളങ്ങി. ചെല്ലപ്പൻ എഴുന്നേറ്റു. ഞാൻ നാളെ രാവിലെ തീർച്ച പറയാം. ശരി, നാളെ മതി. നാരായണൻ ദീർഘമായി നിശ്വസിച്ചു. ചെല്ലപ്പൻ, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ആരും ഒരു ചുക്കും ചെയ്യുകയില്ല. ഞങ്ങളല്ലേ ഉള്ളത്. പഴയ കാലമൊന്നുമല്ല ഇത്. ചെല്ലപ്പൻ അവിടെ നിന്നും ഇറങ്ങി തലകുനിച്ച് നടന്നു. മനസ്സിൽ കാറും കോളും കൊടുങ്കാറ്റും. എന്താണ് ചെയ്യേണ്ടതെന്ന് അയാൾക്കൊരു രൂപവും കിട്ടിയില്ല. മനസ്സാകെ പതറിയിരിക്കുന്നു. ഒരത്യാഹിതം പ്രതീക്ഷിച്ചിട്ടെന്ന പോലെ ഉള്ളുവിറകൊള്ളുന്നു. മഴ ചാറുന്നുണ്ട്. ഇന്ന് മണൽ കൊണ്ടുപോകാൻ തമ്പി വള്ളവുമായി വരുമെന്നും ലോഡ് ചെയ്തു കൊടുക്കണമെന്നും കുട്ടപ്പൻ പറഞ്ഞിരുന്നു. വന്നേക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന മണൽ പോലും ഇറക്കാതെ പോരുകയാണുണ്ടായത്.
പോയാൽ ലോഡിങ് കഴിഞ്ഞ് വരുമ്പോഴേക്കും പാതിരാത്രിയാകും. ചെല്ലപ്പന് ഒന്നും ചെയ്യാൻ തോന്നിയില്ല. അയാൾ ഷാപ്പിൽ കയറി കുറെ കള്ളു കുടിച്ചു. കുട്ടപ്പനെയൊന്നും കണ്ടില്ലല്ലോ? ഗോപാലൻ ചോദിച്ചു. ഞാൻ നേരത്തെ പോന്നു. പാർട്ടി ഓഫീസിൽ പോകണമായിരുന്നു. ഇന്നലെ പറഞ്ഞിരുന്നതാ. കുട്ടപ്പനൊക്കെ മണലിറക്കുമായിരിക്കും. വല്ലതും തീരുമാനിച്ചോ? തീരുമാനിക്കണം. സ്വസ്ഥമായി ഇരുന്ന് ചിന്തിക്കണം. മീനുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരിക്കൽ കൂടി ശ്രമിക്കണം. ചെല്ലപ്പൻ എഴുന്നേറ്റു. ഇന്നെന്താ നേരത്തെ പോകുന്നേ? ഭയങ്കര ക്ഷീണം, ഒന്നുറങ്ങണം. ചെല്ലപ്പൻ വീട്ടിലെത്തി. മീനു പ്രതീക്ഷയോടെ അയാളെ നോക്കി. ചെല്ലപ്പൻ നനഞ്ഞ ബനിയനും കൈലിയും അഴിച്ചു മാറ്റി. വേറെ കൈലി ഉടുത്തു. തല ചെറുതായൊന്ന് തോർത്തി. ചാറ്റൽ മഴ നിലച്ചിട്ടില്ല. അയാൾ കട്ടിലിലിരുന്നു. രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. വെളിച്ചം മങ്ങിയപ്പോൾ മീനു വിളക്കു കൊളുത്തി. വാതിലിലൂടെ കാറ്റടിച്ചു കയറി വിളക്കിനെ കെടുത്താൻ ശ്രമിച്ചിരുന്നു. മീനു തിരി കയറ്റിയിട്ടു. അവൾ അടുക്കളയിൽ കയറി ചോറ് വിളമ്പി. അണ്ണാ, ചോറുണ്ടിട്ട് കിടക്ക. എനിക്ക് വേണ്ട, വിശപ്പില്ല. മീനു നിർബന്ധിച്ചില്ല. നിർബന്ധിച്ചാലും കഴിക്കുകയില്ല. മുമ്പൊക്കെ നിർബന്ധിച്ച് കഴിപ്പിക്കുമായിരുന്നു. മീനുവും ഒന്നും കഴിച്ചില്ല. അവൾ പായയിൽ വന്നിരുന്നു. അവൾ ഇടം കണ്ണിട്ട് ചെല്ലപ്പനെ നോക്കി. അയാൾ മീനുവിനെയും. രണ്ടുപേർക്കും എന്തോ പറയാനുണ്ട്. വാക്ക് കിട്ടുന്നില്ല. പരസ്പരം മനസ്സിലാകുന്നില്ല. സ്നേഹവും വാത്സല്യവും മരവിച്ചുപോയി. ചെല്ലപ്പൻ എന്തോ പറയാനായി അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ യാചനാപൂർണമായ വിഷാദഭരിതമായ അവളുടെ നോട്ടവും സദാപി കണ്ണീരൊഴുകി നനഞ്ഞ മുഖവും കാണുമ്പോൾ വയ്യ. അവളുടെ ആ ദൈന്യതയ്ക്ക് പിന്നിൽ സുദൃഢമായ ഒരു തീരുമാനമുണ്ട്. എന്തു വന്നാലും അവൾ വ്യതിചലിക്കുകയില്ല. ചെല്ലപ്പന് തോന്നി കഠിനമായി എതിർത്ത് തോൽപ്പിക്കണമെന്ന്. വിഷ്ണുവിനോടുള്ള സ്നേഹം തുളുമ്പി നിൽക്കുന്ന ആ ഹൃദയത്തെ ചവിട്ടിയരയ്ക്കണമെന്ന്. എന്നാൽ അടുത്ത നിമിഷത്തിൽ തോന്നി അവളെ അംഗീകരിക്കണമെന്ന്. ആ മനസ്സിനെ നൊമ്പരപ്പെടുത്തരുതെന്ന്. അവളുടെ ഇഷ്ടം നടക്കട്ടെ. സ്നേഹം നുകർന്ന് അവൾ ആനന്ദിക്കട്ടെ. വരും പരായികകൾ അറിയാത്ത സാധുക്കുട്ടി. എല്ലാം കുഴപ്പത്തിലാണെന്ന് അയാൾ വിചാരിച്ചു. സകലതും താറുമാറായി കിടക്കുന്നു. തകർന്ന കണ്ണാടി പോലെ. ഭയങ്കരമായ കുഴപ്പങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അയാളിൽ ഭീതിയും ഉത്കണ്ഠയും നിറഞ്ഞു നിന്നു. മീനു ചെല്ലപ്പൻ്റെ ഒരു വാക്കിനായി കാത്തു. മോളെ, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അണ്ണൻ സമ്മതിച്ചിരിക്കുന്നു. അവൾക്ക് ഭയാശങ്കകളില്ല. വിഷ്ണുവിനോടൊപ്പം മരണത്തിൻ്റെ പടികൾ ചവിട്ടിയിറങ്ങാനും ഒരുക്കം. സ്നേഹം അവളെ ആർത്തി പിടിപ്പിച്ചിരുന്നു. ലോകം മുഴുവൻ തന്നോടും വിഷ്ണുവിനോടുമൊപ്പമുണ്ടെന്ന് അവൾ വിശ്വസിച്ചു. തങ്ങൾക്കെതിരെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് അവൾ ജീവിതത്തിൻ്റെ അഗാധതയിലേക്ക് ഇറങ്ങിപ്പോവും. അയാൾ കരയുമ്പോൾ അവളും കരയും. അയാൾ ചിരിക്കുമ്പോൾ അവളും ചിരിക്കും. അയാളെ ദ്രോഹിക്കുന്നവരെ പല്ലും നഖവും ഉപയോഗിച്ച് അവൾ എതിർക്കും. വിഷ്ണുവിനു വേണ്ടി അവൾ ഇഷ്ടാനിഷ്ടങ്ങളെ ബലി കഴിക്കും. അയാളുടെ ബീജത്തിന് ജഡവും ജീവനും നൽകും. സ്വന്തം ജീവിതത്തെ അയാൾക്കായി പൂർണ്ണമായി സമർപ്പിക്കും. അവളുടെ കരൾ തുടിച്ചു. ഓരോ നിശ്വാസവും അവൾ വിഷ്ണുവിന് അർപ്പിച്ചു. ഇനി അവൾക്ക് മാത്രമായി ജീവിതമില്ല, അസ്തിത്വമില്ല, ചിന്തയില്ല, വാക്കില്ല, പ്രവൃത്തിയില്ല. എല്ലാം വിഷ്ണുവിനു വേണ്ടി മാത്രമല്ല. അണ്ണൻ ഒരു വാക്ക് പറയാത്തതെന്തേ? മീനു വിളക്കിൻ്റെ തിരി താഴ്ത്തി ഓർത്തോർത്ത് കിടന്നു. അവളുടെ ചെന്നുകളിലൂടെ കണ്ണീരൊഴുകി പായയിൽ വീണു. അവൾ ഒരു ദുസ്വപ്നം കണ്ടു. കലങ്ങിയൊഴുകുന്ന ഒരു വലിയ നദി. അതിലൂടെ വിഷ്ണു ഒരു കൊച്ചു തോണി തുഴഞ്ഞു വരുന്നു. ഇരുകരകളിലേക്കും നോക്കുന്നുണ്ട്. ഇരുട്ടായതുകൊണ്ട് അവളെ കാണാൻ വയ്യ. അദ്ദേഹം തുഴഞ്ഞു തുഴഞ്ഞ് നദിയിലൂടെ അകന്നകന്നു പോയി. അവൾ ഉറക്കെ വിളിച്ചു, ഞാനിവിടെയുണ്ട്, ഇങ്ങോട്ട് വരൂ. പക്ഷേ അവളുടെ ശബ്ദത്തെ ആരോ വിഴുങ്ങിക്കളഞ്ഞു. ആ തോണി അകന്നകന്നു പോയി. ഒരു പൊട്ടുപോലെയായി അത് മറഞ്ഞു. ചക്രവാളത്തിൽ ലയിച്ചു. അവിടെ നിന്ന് ഒരു കരച്ചിൽ, ദയനീയ വിലാപം. മീനു ഞെട്ടിയുണർന്നു. ചുറ്റും പകച്ചു നോക്കി. അരണ്ട വെളിച്ചം. അവൾ വിളക്കിൻ്റെ തിരി കയറ്റിയിട്ടു. ആരോ കരയുന്ന ശബ്ദം ഇപ്പോഴും. അവൾ കട്ടിലിലേക്ക് നോക്കി. അണ്ണനാണ് കരയുന്നത്. തേങ്ങലിൽ ഉടൽ കുലുങ്ങി വിറയ്ക്കുന്നു. അവളുടെ ഹൃദയം അലിഞ്ഞുപോയി. അണ്ണൻ കരയുന്നത് അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അവൾ എഴുന്നേറ്റ് ചെല്ലപ്പൻ്റെ കട്ടിലിൽ ചെന്നിരുന്നു. അയാളുടെ ചുമലിലും ശരീരത്തിലും തഴുകി. ചെല്ലപ്പൻ മുഖം തിരിച്ചു. കലങ്ങിച്ചുവന്ന കണ്ണീരൊലിച്ച മുഖം. നീ എന്നോടിങ്ങനെ ചെയ്തല്ലോ മോളെ. അയാൾ ഏങ്ങലടിച്ചു. നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ പണിയെടുത്തേ? നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിച്ചേ? അയാൾ പിഞ്ചു കുഞ്ഞിനെപ്പോലെ കരഞ്ഞു. മീനു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് വീണു. എന്നെ കൊന്നു കളഞ്ഞേക്ക്. അണ്ണൻ്റെ കൈകൊണ്ട് കൊന്നേക്ക്. എനിക്കതാ ഇഷ്ടം. അവൾ അയാളുടെ നെഞ്ചിൽ മുഖമിട്ടലച്ചു. ചെല്ലപ്പൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. കണ്ണിലും കവിളിലും നെറ്റിയിലും തുരുതുരെ ചുംബിച്ചു. അവളുടെ കണ്ണീരൊപ്പി.
തേങ്ങലടക്കി അയാൾ അവളുടെ ശിരസ് നെഞ്ചിൽ ചേർത്തുവെച്ച് തഴുകിക്കൊണ്ട് അനങ്ങാതെ കിടന്നു. അവൾ ഏങ്ങലടിക്കുമ്പോൾ അയാളുടെ ശരീരവും കുലുങ്ങിയിരുന്നു. ചെല്ലപ്പോ, ആരോ വിളിക്കുന്നു. മീനു പെട്ടെന്നെഴുന്നേറ്റ് മുഖം തുടച്ചു. ചെല്ലപ്പൻ തോർത്തുകൊണ്ട് കണ്ണു തുടച്ചിട്ട് ആരാണെന്ന് വിളിച്ചു ചോദിച്ചു. കുട്ടപ്പനാ, വാതിൽ തുറന്നേ, നിനക്ക് പാതിര ആയോ? ചെല്ലപ്പനൊന്ന് സംശയിച്ച ശേഷം അസ്വസ്ഥതയോടെ വാതിൽ തുറന്നു. കുട്ടപ്പൻ ചാറ്റൽ മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എന്താ രാത്രിയില്? കൊള്ളാം, നീ വരാന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്നുറങ്ങുവാണോ? തമ്പി വള്ളം കൊണ്ട് വന്നിട്ടുണ്ട്. ഈ പാതിരാത്രിക്കോ? പോകാൻ പറ. നിനക്കല്ലേ പാതിരാത്രി? മണി 10 കഴിഞ്ഞതേയുള്ളൂ. മണല് കയറ്റിക്കൊടുക്കണം. അയാള് പിടിച്ച പിടിയിൽ നിൽക്കുക. ഞങ്ങൾ നോക്കിയിട്ട് വേറെ ആരെയും കിട്ടിയില്ല, അതാ ഇങ്ങോട്ട് വന്നേ. അണ്ണൻ എന്താ പറയുന്നത്? ഉറക്കത്തിന്നെണീച്ച് മണല് കയറ്റാനോ? വേറെ ആരുമില്ലേ? തമ്പിക്ക് വട്ട. നീയല്ലേ പറഞ്ഞത് വരാന്ന്? ദേ, മനുഷ്യനെ ചുമ്മാ കളിപ്പിക്കരുത്. വാ, കൃഷ്ണൻകുട്ടി വള്ളത്തിലുണ്ട്. ഇനി വെളുത്തിട്ട് പോരെ അണ്ണ. ചെല്ലപ്പൻ താടി ചൊറിഞ്ഞു. നീ വാടാ, ചാരായം മേടിച്ചു തരാം. ഇപ്പം വരാന്ന്. 1 മണിക്കൂർ നേരത്തെ പണിയല്ലേയുള്ളൂ. ചെല്ലപ്പൻ സംശയിച്ചു നിന്നു. ആലോചിക്കാൻ ഒന്നുമില്ല. ഈ മണല് കൊടുത്തില്ലേ രൂപ എത്രയാ പോകുന്നേ? ലോഡിങ് കൂലി തന്നെ 10-30 രൂപ കിട്ടും. മീനു ഭീതിയോടെ ചെല്ലപ്പനെ നോക്കി. ചെല്ലപ്പൻ പെട്ടെന്ന് മുണ്ടു മാറിയെടുത്തു. ബീഡി കൊളുത്തി. മീനു, വാതിലടച്ചേക്ക്, ഞാനിപ്പം വന്നേക്കാം. അയാൾ ഇറങ്ങി കുട്ടപ്പനോടൊപ്പം നടന്നു. മീനു പെട്ടെന്ന് ഓടി വാതിൽക്കൽ വന്നു നിന്നു. അവൾക്ക് ശ്വാസം മുട്ടി. ഓടിച്ചെന്ന് അണ്ണനെ പിടിച്ച് തിരികെ കൊണ്ടുവരണമെന്ന് അവൾക്ക് തോന്നി. അവൾ വാതിലടച്ചിട്ട് കട്ടിലിൽ വന്നിരുന്ന് വിങ്ങി വിങ്ങി കരഞ്ഞു. വള്ളക്കടവിൽ കുട്ടപ്പൻ്റെ വള്ളം. കൃഷ്ണൻകുട്ടി വള്ളത്തിലുണ്ട്. ചെല്ലപ്പനും കുട്ടപ്പനും കയറി. മഴച്ചാറ്റിലേറ്റ് ചെല്ലപ്പൻ കുളിർന്നു വിറച്ചു. വള്ളം നീങ്ങി. ചെല്ലപ്പൻ തുഴയെടുത്തില്ല. വേണമെങ്കിൽ അവർ തുഴയട്ടെ. പാതിരാത്രിക്ക് വള്ളം തുഴയാൻ ആർക്ക് പറ്റും? ചെല്ലപ്പന് ആരോടൊക്കെയോ നീരസം തോന്നി. അയാൾ വള്ളത്തിൻ്റെ നടുപ്പടിയിലിരുന്ന് ബീഡി വലിച്ചു. കൃഷ്ണൻകുട്ടി കഴുക്കോൽ കുത്തിയൂന്നി. കുട്ടപ്പൻ തുഴയെടുത്തു തുഴഞ്ഞു. അരണ്ട വെളിച്ചം. ആകാശം ഇരുണ്ടു കിടക്കുന്നു. ഒരിടത്തുമില്ല നക്ഷത്രം. പുഴവക്കത്ത് കണ്ട വീടുകളിലെ വിളക്കുകൾ അണഞ്ഞിരുന്നു. തവളകളും ചീവീടുകളും ഓളവും ചുഴികളും സൃഷ്ടിക്കുന്ന ശബ്ദം മാത്രം. എവിടെയോ കോഴി കൂവുന്നു. 10 മണിയല്ല, പാതിരാത്രിയായിട്ടുണ്ടെന്ന് ചെല്ലപ്പന് തോന്നി. മറ്റേ കാര്യം തീരുമാനിച്ചോ? കുട്ടപ്പൻ അടുത്തു വന്നിരുന്ന് ചോദിച്ചു. അയാളുടെ ശബ്ദം വിറച്ചിരുന്നു. ഇല്ല. തീരുമാനിക്കണ്ടേ? വേണം. നിന്റെ മനസ്സിലിരിപ്പ് എന്തുവാ? എനിക്കറിയാൻ പാടില്ല. വള്ളം പഞ്ചായത്ത് കടവ് കടന്ന് കടക്കരയെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു. കഴുക്കോൽ വെള്ളത്തിൽ കുത്തുമ്പോഴും വലിച്ചെടുക്കുമ്പോഴുമുള്ള ശബ്ദം ചെല്ലപ്പനെ അസ്വസ്ഥനാക്കി. അയാൾക്ക് പേടി തോന്നി. കുട്ടപ്പൻ കുറെ കൂടി തുഴഞ്ഞിട്ട് തുഴയുമായി ചെല്ലപ്പൻ്റെ അടുത്തേക്ക് വന്നു. ചാലത്ത് വളവായി. പുഴ വളഞ്ഞൊഴുകുകയാണിവിടെ. അടുത്തെങ്ങും വീടുകളില്ല. കുട്ടപ്പൻ വേർത്തു. കൃഷ്ണൻകുട്ടിയുടെ ദേഹം കുഴഞ്ഞു. കരുത്ത് ചോർന്ന് കഴുക്കോൽ താഴെ വീഴുമെന്ന് അയാൾക്ക് തോന്നി. ചെല്ലപ്പൻ സീതമ്മയെ ഓർത്തു. പിന്നെ എന്തൊക്കെയോ ഓർത്തു. അയാൾ തലകുമ്പിട്ടിരുന്നു. തുഴ കൈവാക്കിന് പിടിച്ചിട്ട് കുട്ടപ്പൻ കൃഷ്ണൻകുട്ടിയെ കണ്ണു കാണിച്ചു. കൃഷ്ണൻകുട്ടി കണ്ണടച്ചു കളഞ്ഞു. കുട്ടപ്പൻ തുഴ മുകളിലേക്ക് ഉയർത്തിയിട്ട് ചെല്ലപ്പൻ്റെ ശിരസിന് നേരെ ആഞ്ഞുവീശി. സീൽക്കാരം കേട്ട് ചെല്ലപ്പൻ തല ഉയർത്തുകയായിരുന്നു. അതിനു മുൻപേ തുഴ വീണു. കല്ലുകൾ കൂട്ടിയിടിക്കുന്ന പോലെ ഒരു സ്വരം. തലച്ചോറിൽ തീ. കണ്ണിൽ ചോര നിറഞ്ഞു. അയാൾ സർവ്വകരുത്തുമെടുത്ത് ഒന്നലറി. രക്തം ചിതറിയ മുഖമുയർത്തി കുട്ടപ്പനെ ഒന്ന് നോക്കി. ബീഭത്സവും ദയനീയവുമായ നോട്ടം. അയാൾ 2 കൈയും ഉയർത്തി കൈത്തലങ്ങൾ മുഖത്തിനു മുകളിൽ വിരിച്ച് കൊല്ലരുതേ എന്ന അർത്ഥത്തിൽ മെല്ലെ വീശിക്കാണിച്ചു. അതിനെ കഴിഞ്ഞുള്ളൂ. അധ്യായം 32. അലർച്ച ഉയർന്നപ്പോൾ തന്നെ കുട്ടപ്പന് ചോര തണുക്കുന്നതുപോലെ തോന്നി. ചെല്ലപ്പൻ്റെ ചോര പുരണ്ട ശിരസ്, തുറിച്ചു നോക്കുന്ന കണ്ണുകൾ, വിലങ്ങനെയുള്ള കൈയാട്ടൽ. കുട്ടപ്പൻ ഒന്നറച്ചു. എന്നാൽ അടുത്ത നിമിഷത്തിൽ അയാൾ തുഴ പൊക്കി ഊങ്ങിയടിച്ചു. തലയോട് തകരുന്ന ശബ്ദം. ചെല്ലപ്പൻ്റെ തലയും ഉടലും 2-3 തവണ വെട്ടിപ്പിടഞ്ഞു. പിന്നെ വള്ളത്തിലേക്ക് മറിഞ്ഞടിച്ചു വീണു. കുട്ടപ്പൻ ആശ്വാസത്തോടെ ചോര പുരണ്ട തുഴ വെള്ളത്തിൽ മുക്കി. പിന്തിരിഞ്ഞു നിന്നിരുന്ന കൃഷ്ണൻകുട്ടി ഇറുക്കിയടച്ച കണ്ണുകൾ തുറന്നു. വിറയലോടെ ചുമലിനു മുകളിലൂടെ പിമ്പോട്ട് പാളി നോക്കി. കുട്ടപ്പൻ്റെ ചുണ്ടിലെ ഉന്മാദം പൂണ്ട ചിരി കണ്ടു. വളവ് തിരിയവേ ഒരു വെളിച്ചം പുഴയിലൂടെ ഒഴുകി വരുന്നത് കണ്ട് രണ്ടാളും ഞെട്ടിവിറച്ചു. കരുണനും അപ്പുവും കടക്കരയിൽ ചൂളയിൽ നിന്നും പണി കഴിഞ്ഞ് തോണിയിൽ മടങ്ങുകയായിരുന്നു. ചാലത്ത് വളവിനെ സമീപിച്ചപ്പോൾ ഭയങ്കരമായ ഒരലർച്ച അവർ കേട്ടു. അവർ ഭയന്ന് വള്ളത്തിൻ്റെ വേഗത കുറച്ചു. അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. പ്രേതപിശാചുക്കൾ ഇറങ്ങുന്ന നേരം. ചില പിശാചുക്കൾ അലറുമെന്ന് കേട്ടിട്ടുണ്ട്. അവർ റാന്തലിൻ്റെ തിരി ഉയർത്തി.
വളവ് തിരിഞ്ഞപ്പോൾ വലിയൊരു വള്ളം പുഴയിൽ ചലനമില്ലാതെ കിടക്കുന്നത് അവ്യക്തമായി കണ്ടു. അപ്പു ടോർച്ച് തെളിച്ചു. വെളിച്ചം അടിച്ചപാടെ കൃഷ്ണൻകുട്ടിയും കുട്ടപ്പനും മുഖം തിരിച്ചു. അവർ വള്ളത്തിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു. ആരാത്? തോണി കടന്നു പോകുന്നതിനിടയിൽ അപ്പു വിളിച്ചു ചോദിച്ചു. മറുപടി ഉണ്ടായില്ല. തോണി തുഴഞ്ഞകന്നു. കൂടെ കൂടെ പുറകോട്ട് ടോർച്ച് തെളിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ക്രമേണ അവർ അകന്നകന്നു പോയി. കൃഷ്ണൻകുട്ടിക്കും കുട്ടപ്പനും കുറേ നേരത്തേക്ക് മിണ്ടാൻ കൂടി കഴിഞ്ഞില്ല. ശ്വാസം നിലച്ച മട്ടിൽ ഒരേ ഇരിപ്പിരുന്നു. നെഞ്ചിലൂടെ വിറയൽ കടന്നുപോയി. അവര് കണ്ടോടാ? കുട്ടപ്പൻ ഭയാക്രാന്തനായി ചോദിച്ചു. കൃഷ്ണൻകുട്ടി ഉമിനീർ വിഴുങ്ങി. രണ്ടുപേരും വിയർത്തു കിതയ്ക്കുന്നു. കൃഷ്ണൻകുട്ടി അയാളുടെ അടുത്തു വന്നു. കണ്ടു കാണത്തില്ല. കണ്ടെങ്കിൽ പരിചയമുള്ളവരാണെങ്കിൽ കുട്ടപ്പനാണോ എന്ന് ചോദിച്ചേനെ. പരിചയമില്ലാത്തവരാണെങ്കിൽ പേടിക്കാനില്ലല്ലോ. കുട്ടപ്പൻ ദീർഘമായി നിശ്വസിച്ചു. ചെല്ലപ്പൻ്റെ ശരീരം വള്ളത്തിൽ കിടന്നിരുന്നതിനാൽ അടുത്തു വന്ന് ലൈറ്റടിച്ചു നോക്കിയാലല്ലാതെ കാണാൻ പറ്റില്ല. ബാക്കി പണി നോക്കാം. കുട്ടപ്പൻ കൈകുടഞ്ഞെഴുന്നേറ്റു. വള്ളത്തിൽ തന്നെ മൂടിയിട്ടിരുന്ന വലിയ കരിങ്കല്ല് അവർ ചെല്ലപ്പൻ്റെ അടുത്ത് നിറക്കിക്കൊണ്ടുവന്നു. കല്ലിൽ വണ്ണം കുറഞ്ഞ കമ്പി ചുറ്റിക്കെട്ടിയിരുന്നു. ചെല്ലപ്പനെ മലർത്തിക്കിടത്തിയപ്പോൾ ഒരു ഞരക്കം കേട്ട് രണ്ടുപേരും ഞെട്ടി. ചെല്ലപ്പൻ്റെ കാൽപാദങ്ങളും കൈവിരലുകളും അനങ്ങുന്നു. കുട്ടപ്പൻ അയാളുടെ നെഞ്ചിൽ തന്നെ 4 ചവിട്ട് ആഞ്ഞു ചവിട്ടി. ചെല്ലപ്പൻ ചെറുതായൊന്നു പിടഞ്ഞു. പിന്നെ നിശ്ചലനായി. ഇപ്പോഴാ ചത്തത്. കുട്ടപ്പൻ മുരണ്ടു. കൃഷ്ണൻകുട്ടി ഭയന്നു വിളറി നിന്നു. ചെല്ലപ്പൻ്റെ തല ഒരു വശത്തേക്ക് ചുളുങ്ങിക്കോടിപ്പോയിരുന്നു. കണ്ണ് രണ്ടും പുറത്തു ചാടിയിട്ടുണ്ട്. കുറച്ച് തലച്ചോറും പുറത്തു ചാടിയിരുന്നു. പൊളിഞ്ഞിരിക്കുന്ന വായ നിറയെ കട്ടച്ചോര. മുഖവും കഴുത്തും നെഞ്ചും രക്തമൊഴുകി മൂടിപ്പോയിരുന്നു. വള്ളത്തിൽ ചോര തളം കെട്ടിക്കിടക്കുന്നു. വന്നു പിടിക്കടാ നായിൻ്റെ മോനെ. കുട്ടപ്പനും കൃഷ്ണൻകുട്ടിയും കൂടി കല്ലിൽ ചുറ്റിക്കെട്ടിയതിനു ശേഷമുള്ള കമ്പി ചെല്ലപ്പൻ്റെ വാരിക്കിലൂടെ 6-7 ചുറ്റിട്ട് വരിഞ്ഞു മുറുക്കി. അവരുടെ കൈകളിൽ രക്തം ഇഴുകിപ്പിടിച്ചു. രണ്ടുപേരും ചേർന്ന് ശവം പൊക്കി നടുപ്പടിമേൽ വെച്ചു. കൃഷ്ണൻകുട്ടിയുടെ സുബോധം നഷ്ടപ്പെട്ടിരുന്നു. അയാളൊരു പാവയെപ്പോലെ കുട്ടപ്പനെ അനുസരിച്ചു. കുട്ടപ്പൻ വള്ളം തുഴഞ്ഞ് പുഴയുടെ നടുക്കെത്തിച്ചു. രണ്ടുപേരും കൂടി ശവശരീരം പുഴയിലേക്ക് തള്ളി. ശബ്ദാഘോഷത്തോടെ അത് വെള്ളത്തിൽ വീണ് ഞൊടിയിടയിൽ താണുപോയി. ഏതാനും കുമിളകൾ മാത്രം ഉയർന്നു വന്നു. അവർ വള്ളം തിരിച്ചു തുഴഞ്ഞ് പുഴപക്കത്തുള്ള കുട്ടപ്പൻ്റെ വീടിന് മുന്നിലെത്തി. ചിരട്ടയെടുത്ത് വള്ളത്തിലെ ചോര കോരിക്കളഞ്ഞു. വള്ളത്തിൽ വെള്ളം കോരിയൊഴിച്ച് ശരിക്കും കഴുകി. ചോര പുരണ്ടിടമെല്ലാം വൃത്തിയാക്കി. തോർത്തും കൈലിയും കഴുകിയിട്ടു. തുഴയും കഴുകി. അതിനുശേഷം രണ്ടുപേരും മുങ്ങിക്കുളിച്ചു. ഒരു തെളിവും കണ്ടെടുക്കാത്ത വിധം എല്ലാം ശരിയാക്കി. അത് കഴിഞ്ഞ് വീട്ടിൽ കയറി വിളക്കു കൊളുത്തി. നേരത്തെ കരുതി വച്ചിരുന്ന ചാരായം ഗ്ലാസുകളിൽ പകർന്നു കുടിച്ചു. നീ വല്ലാതെ പേടിച്ചിരിക്കുന്നല്ലോ. ഇതിനൊക്കെ ശകലം ധൈര്യം വേണം. കൊതുകിനെ കൊന്നെന്ന് വിചാരിച്ചാൽ മതി, കുട്ടപ്പൻ പറഞ്ഞു. കൃഷ്ണൻകുട്ടി ചിരിക്കാൻ ശ്രമിച്ചു. അധികം കുടിക്കേണ്ട. ഒരു ജോലി കൂടി ബാക്കി കിടക്കുന്നു. അവളെ ശരിയാക്കണം. കൃഷ്ണൻകുട്ടിക്ക് എഴുന്നേറ്റ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ തോന്നി. നീ പേടിക്കേണ്ട. നല്ലൊരു സദ്യ ഉണ്ണാൻ പോവുകയാണെന്ന് വിചാരിച്ചാൽ മതി, കുട്ടപ്പൻ ചിരിച്ചുകൊണ്ട് തുടർന്നു. ഒരിക്കൽ അവളെ കയ്യിൽ കിട്ടിയതാ. വഴുതിച്ചാടിപ്പോയി. ഞാനന്ന് കുറെ കൂടുതൽ കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഇളം പെണ്ണ്, നല്ല ആരോഗ്യം. ഇനി വെളുപ്പാങ്കാലം വരെ അവള് നമ്മുടെ കൂടെ മാറി മാറി കിടക്കും. ഒന്ന് ഉഷാറായിട്ടിരിക്കടാ. മധുവിധുവിന് പോകയല്ലേ. വിളക്കണച്ച് വാതിലടച്ചിട്ട് രണ്ടുപേരും കൂടി ഇറങ്ങി. ചാറ്റൽ മഴ അപ്പോഴും നിലച്ചിരുന്നില്ല. ഇരുട്ടിന് കുറെ കൂടി കനം വെച്ചിരുന്നു. പുഴക്കരയിലൂടെ തന്നെ ചെല്ലപ്പൻ്റെ വീട്ടിലേക്ക് നടന്നു. ലഹരി ചെന്നപ്പോൾ രണ്ടുപേർക്കും ധൈര്യവും ഉന്മേഷവും വീണ്ടു കിട്ടിയിരുന്നു. കഴിഞ്ഞ സംഭവങ്ങൾ വളരെ പഴകിയ ഒരു ഓർമ്മ പോലെയായി. കുട്ടപ്പന് ഒരു മൂളിപ്പാട്ട് പാടണമെന്ന് തോന്നിയിരുന്നു. അത്രയേറെ ലാഘവം. മീനുവിനെ ശരിക്കും ഒന്നനുഭവിക്കണം. അത് കഴിഞ്ഞ് തോപ്പിലെ കളപ്പുരയിലേക്ക് കൊണ്ടുപോകണം. അച്യുതൻ നായരും നമ്പൂതിരിപ്പാടും അവിടെ ഉണ്ടാവും. കേസുണ്ടായാൽ അവരും പ്രതികളാവണം. സ്വന്തം കൈയിൽ ചോരയുണ്ടെങ്കിലേ നമ്പൂതിരിപ്പാടിന് ചൂടുണ്ടാവൂ. അല്ലെങ്കിൽ കൈ കഴുകാനും മതി. പഴയ നമ്പൂതിരിപ്പാടല്ല. കാലം മാറി. മീനു ഉറങ്ങിയിരുന്നില്ല. കഠിനമായ ആത്മവേദന അവൾക്ക് അനുഭവപ്പെട്ടിരുന്നു. ഭീതിയും ഉത്കണ്ഠയും അവളെ ബാധിച്ചിരുന്നു. ഭയങ്കരവും പൈശാചികവുമായ എന്തോ ഒന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു. ഭീതി മൂലം അവൾക്ക് കരയാൻ കൂടി കഴിഞ്ഞില്ല. വരണ്ട കൊടുങ്കാറ്റ് ചുറ്റും വീശുന്നതായി അവൾ സങ്കൽപ്പിച്ചു. ആരോ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നത് കേട്ടു. അണ്ണനായിരിക്കുമോ? മീനു കാതോർത്തു. വാതിൽക്കൽ ആരോ വന്നതായി അവൾക്ക് തോന്നി. അവൾ വിളക്കിൻ്റെ തിരി കയറ്റിയിട്ടു. ആരാ അത്? ഞാനാ, കൃഷ്ണൻകുട്ടി. ചെല്ലപ്പനെ കൊണ്ടുവിടാൻ വന്നതാ. ചെല്ലപ്പ, ഇനി ഞാൻ പോണു.
രാവിലെ വന്നേക്കണം. കൃഷ്ണൻകുട്ടി നടന്നകലുന്ന ശബ്ദം. മീനു എഴുന്നേറ്റ് വാതിൽ തുറന്നു. കുട്ടപ്പൻ. മീനു സ്തംഭിച്ചുപോയി. അവളെ തള്ളി നീക്കി വായ് പൊത്തിക്കൊണ്ട് കുട്ടപ്പൻ ഉള്ളിൽ കടന്നു. 2 നിമിഷത്തിനുള്ളിൽ കൃഷ്ണൻകുട്ടിയും പ്രവേശിച്ചു. മീനു ഞെട്ടിത്തരിച്ചുപോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒന്ന് നിലവിളിക്കാൻ കൂടി കഴിഞ്ഞില്ല. 2 പേരും കൂടി അവളെ ബലമായി പിടിച്ച് തറയിൽ കിടത്തി. മീനു ശക്തിയായി കുതറി. കുട്ടപ്പൻ അയാളുടെ ഉടുമുണ്ടഴിച്ച് വായിൽ കുത്തിത്തിരുകി. ബ്ലൗസ് വലിച്ചു പൊട്ടിച്ചു. മീനു പിടച്ചുകൊണ്ടിരുന്നു. കൃഷ്ണൻകുട്ടി കരുതിക്കൊണ്ടുവന്ന കയർ കൊണ്ട് അവളുടെ കൈകാലുകൾ ബന്ധിച്ചു. എന്നിട്ട് 2 പേരും കട്ടിലിരുന്ന് ബീഡി കത്തിച്ചു. അവളുടെ നഗ്നമേനി തറയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളുന്നത് കണ്ട് രസിച്ചു. ബീഡിക്കുറ്റി എറിഞ്ഞിട്ട് കുട്ടപ്പൻ എഴുന്നേറ്റു. മീനുവിൻ്റെ കൈകളിലെ കെട്ടഴിച്ച് പുറകോട്ടാക്കി കെട്ടി. കാലിലെ കെട്ടുകൾ അഴിച്ചു കളഞ്ഞു. അവൾ അതിശക്തിയായി ചവിട്ടിക്കുതറി. വില്ലുപോലെ വളഞ്ഞുകുത്തി മറിഞ്ഞു. സർവ്വകരുത്തുമെടുത്ത് കുട്ടപ്പനെ കുടഞ്ഞ് തെറിപ്പിച്ചു. അവൾ അവസാനമായി ഒന്ന് ചെറുത്തു നോക്കുകയായിരുന്നു. മീനുവിൻ്റെ പിടച്ചിൽ അവസാനിക്കുന്നില്ലെന്ന് കണ്ട് കുട്ടപ്പൻ മുഷ്ടി ചുരുട്ടി അവളുടെ തലയിൽ 2 തവണ ആഞ്ഞടിച്ചു. അടങ്ങടി, അടങ്ങ. അയാൾ പല്ലുകടിച്ച് അമറി. മീനുവിൻ്റെ പ്രജ്ഞയിലേക്ക് ഇരുൾ പൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഒരൊറ്റ നിമിഷത്തിനുള്ളിൽ അനേകം ഓർമ്മകൾ, ചിന്തകൾ, രംഗങ്ങൾ അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി. തീപിടിച്ച ഒരു ആകാശം കണ്ടു. അനേകായിരം മനുഷ്യരെ കണ്ടു. ചെല്ലപ്പനെ കണ്ടു. വിഷ്ണുവിനെ കണ്ടു. പൊടുന്നനെ ഒരിടിമുഴക്കം. ഭൂമി കുലുങ്ങി. പർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചു. മലകൾ മറിഞ്ഞു വീണു. സമുദ്രം ഇരമ്പിക്കയറി. ചക്രവാളത്തിലെ തീയും ചുവപ്പും അണഞ്ഞു. ഇരുട്ട് കറുത്ത മഷി പോലെ തലച്ചോറിൽ പടർന്നു. മീനുവിൻ്റെ കൺപോളകൾ അടഞ്ഞു. അധ്യായം 33. വിഷ്ണു അതിരാവിലെ ഉണർന്നു. അയാൾ നാരായണൻ്റെ വീട്ടിലാണ് ഉറങ്ങിയത്. ഇന്ന് ചെല്ലപ്പൻ്റെ തീരുമാനമറിയുന്ന ദിവസമാണല്ലോ എന്ന് അയാൾ ഓർത്തു. ഇത്തവണ ചെല്ലപ്പന് ഒളിച്ചു കളിക്കാൻ പറ്റില്ല. നാരായണനെയും കൂട്ടി ചെന്ന് കാണണം ഇപ്പോൾ തന്നെ. അല്ലെങ്കിൽ അയാൾ പണിക്ക് പോയിക്കളയും. രണ്ടിലൊന്നറിയണം. അറിയാനൊന്നുമില്ല. ചെല്ലപ്പൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും മീനുവിനെ തൻ്റെ കൂടെ കൂട്ടുക തന്നെ. ഉറക്കം എങ്ങനെയിരുന്നു? ഓ, ഉറങ്ങിയിട്ട് വേണ്ടേ? നാരായണൻ ചിരിച്ചു. ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴേ വിഷ്ണു പറഞ്ഞു, ചെല്ലപ്പൻ ജോലിക്ക് പോണേനു മുമ്പ് ചെല്ലണം. പോയേക്കാം. ഏതാനും നിമിഷങ്ങൾക്കകം 2 പേരും കൂടി ചെല്ലപ്പൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഇനിയും സൂര്യൻ ഉദിച്ചിട്ടില്ല. വീടുകളിൽ ആൾക്കാരുണരുന്നതേയുള്ളൂ. കാക്കകൾ കരഞ്ഞു പറക്കാൻ തുടങ്ങിയിരുന്നു. തലേന്ന് തുടങ്ങിയ മഴച്ചാറ്റൽ ഇപ്പോഴും നിലച്ചിരുന്നില്ല. റോഡിൽ ചെളിവെള്ളം കെട്ടിനിൽക്കുന്നു. വിഷ്ണു വീർപ്പുമുട്ടലോടെ നടന്നു. ഹൃദയം തുടികൊട്ടി. ചെല്ലപ്പൻ്റെ തീരുമാനം അറിയാനുള്ള ആകാംക്ഷ. രാത്രിയിൽ തീരെ ഉറങ്ങിയിരുന്നില്ല. അസ്വസ്ഥതയോടെ തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് നേരം വെളുപ്പിക്കുകയായിരുന്നു. പുഴക്കടവിലെത്തി. ചെല്ലപ്പ എന്ന് വിളിച്ചുകൊണ്ട് നാരായണൻ വീട്ടുവാതിൽക്കൽ ചെന്നു. വാതിൽ തുറന്നു കിടക്കുന്നു. അകത്ത് ആരെയും കണ്ടില്ല. അടുക്കളയിൽ ഉണ്ടാവുമെന്ന് കരുതി 2-3 വട്ടം ഉറക്കെ വിളിച്ചു. ആരുമില്ലല്ലോ. എവിടെ പോയി? നാരായണൻ നെറ്റിച്ചുളിച്ചു. പ്രഭാതകർമ്മങ്ങൾക്ക് പോയിരിക്കുമോ? നാരായണൻ പുഴക്കരയിലും പരിസരങ്ങളിലും കണ്ണോടിച്ചു. അകത്തു കയറാതെ അവർ ഇലവൻ ചൂട്ടിലേക്ക് മാറി നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ട് ആരെയും കണ്ടില്ല. വിഷ്ണുവിനും നാരായണനും ആശങ്കയായി. അവർ വീണ്ടും വാതിൽക്കലെത്തി. ചെല്ലപ്പൻ്റെ കട്ടിലിൽ പായും പുതപ്പുമുണ്ട്. പായ് തീർത്തു വെച്ചിട്ടില്ല. മീനു കിടക്കാറുള്ള പായും തലേണയും പുതയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണിയുമെല്ലാം അങ്ങനെ തന്നെ കിടക്കുന്നു. നാരായണൻ അകത്തു കയറി കുശ്നിയിൽ നോക്കിയപ്പോൾ അടുപ്പ് പൂട്ടിയിട്ടില്ലെന്ന് മനസ്സിലായി. അപ്പുറത്ത് ഇറമ്പിൽ ആട് കരയുന്നുണ്ട്. ചോറും പുഴുക്കും കറിയുമൊക്കെ പിഞ്ഞാണത്തിൽ മൂടി വെച്ചിരിക്കുന്നു. ചെല്ലപ്പൻ്റെയും മീനുവിൻ്റെയും നല്ല വസ്ത്രങ്ങളെല്ലാം അയയിലുണ്ട്. 2 ആളും കൂടി ഇങ്ങനെയെല്ലാം ചിതറിച്ച് വീടും തുറന്നിട്ടിട്ട് എങ്ങോട്ടും പോവുകയില്ലെന്ന് തീർച്ച. ക്രമവും സാധാരണവുമായിരുന്ന രാത്രിക്ക് ഇവിടെ പൊടുന്നനെ താളം തെറ്റിയതിൻ്റെ ലക്ഷണങ്ങൾ കാണാനുണ്ട്. വിഷ്ണു തരിച്ചു നിന്നു. നാരായണൻ പുറത്തിറങ്ങി വള്ളക്കടവിൽ നോക്കി. വള്ളം കെട്ടിയിട്ടിട്ടുണ്ട്. ദൂരെയുള്ള സഹോദരിയുടെ വീട്ടിൽ പോയാലും വള്ളത്തിലേ പോകൂ. അതാണ് എളുപ്പം. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് വിഷ്ണുവും നാരായണനും മോഹിച്ചു. ചെല്ലപ്പനെയും മീനുവിനെയും ആരെങ്കിലും അപായപ്പെടുത്തിയിരിക്കുമോ എന്ന ചിന്ത കൊടുങ്കാറ്റുപോലെ മനസ്സിലൂടെ കടന്നുപോയി. അവർ അന്യോന്യം ആശങ്കയോടെ നോക്കി. വന്നേ, ഷാപ്പിലൊന്ന് ചോദിക്കാം. എന്തോ കുഴപ്പമുണ്ട്. നാരായണൻ തിടുക്കത്തിൽ പറഞ്ഞു. വിഷ്ണുവിൻ്റെ കണ്ണു കലങ്ങി. മുഖം മിങ്ങി ത്രസിച്ചു. അത് ഇപ്പോൾ പൊട്ടിത്തെറിച്ചേക്കുമെന്ന് നാരായണൻ ഭയന്നു. സാരമില്ല, വാ, എവിടെയെങ്കിലും പോയി കാണും. നാരായണൻ്റെ പിന്നാലെ നടക്കവേ വിഷ്ണുവിൻ്റെ കാലുകൾ കുഴഞ്ഞു. കരൾ വിറച്ചു. ഷാപ്പിൽ ചോദിച്ചപ്പോൾ ഗോപാലൻ പറഞ്ഞു, ഇന്നലെ സന്ധ്യയ്ക്ക് മുമ്പേ ഇവിടുന്ന് പോയി. ഉറങ്ങണമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് തന്നെ പോയത്.
പിന്നെ കണ്ടില്ല. ഉടൻ തന്നെ അവർ കുട്ടപ്പൻ്റെ വീട്ടിലെത്തി. കുട്ടപ്പനും കൃഷ്ണൻകുട്ടിയും മണൽ വാരാൻ പോകാനായി വള്ളം ഇറക്കുകയായിരുന്നു. ചെല്ലപ്പനെക്കുറിച്ച് നാരായണൻ അവരോട് അന്വേഷിച്ചു. ഞങ്ങൾ അവനെ നോക്കിയിരിക്കുകയായിരുന്നു ഇത്രയും നേരം. ഇനിയും വരത്തില്ലെന്ന് വിചാരിച്ച് പോകാൻ തുടങ്ങുമ്പോഴാ നിങ്ങൾ വന്നത്. ചെല്ലപ്പൻ ഇന്നലെ മണലിറക്കുന്നതിന് മുൻപേ പോന്നു. പിന്നെ ഞങ്ങൾ കണ്ടില്ല. ഞങ്ങളാണേൽ ഇന്നലെ ഷാപ്പിലും പോയില്ല. മണലിറക്കിയേച്ച് നേരെ വന്ന് കിടന്ന് ഉറക്കായിരുന്നു. കുട്ടപ്പൻ പറഞ്ഞു. മീനുവിനെയും കാണാനില്ല. എന്തോ കുഴപ്പമുണ്ട്. കുട്ടപ്പനും കൃഷ്ണൻകുട്ടിയും വള്ളത്തിൽ നിന്നിറങ്ങി. വള്ളം കെട്ടിയിട്ട ശേഷം അവരും നാരായണനോടൊപ്പം ചെല്ലപ്പനെയും മീനുവിനെയും തിരയാനായി പോയി. 10 മണിയായപ്പോഴേക്കും വാർത്ത പാലത്തുരുത്തിലാകെ വ്യാപിച്ചു. പാട്ടിക്കാരും മറ്റാൾക്കാരും അന്വേഷണത്തിനിറങ്ങി. 2 പേർ ചെല്ലപ്പൻ്റെ മൂത്ത സഹോദരി താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ബാക്കിയുള്ളവർ പുഴക്കരയിലേക്കും. ചെല്ലപ്പൻ്റെ വീടിൻ്റെ ഉൾവശം കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി അസാധാരണമായ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. എന്നാൽ അതിന് ഹേതുവായി ഒന്നും ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടായിരുന്നുമില്ല. പാർട്ടി നേതാക്കൾ പോലീസിൽ വിവരമറിയിക്കാൻ പോയി. ചെല്ലപ്പൻ്റെയും മീനുവിൻ്റെയും തിരോധാനത്തെക്കുറിച്ച് കുറേ ഊഹാപോഹങ്ങളുണ്ടായി. ചെല്ലപ്പനെയും മീനുവിനെയും അക്രമികൾ അപായപ്പെടുത്തിയിരിക്കാം. പക്ഷേ മൽപിടുത്തത്തിൻ്റെയോ മറ്റ് അക്രമപ്രവർത്തനങ്ങൾ നടന്നതിൻ്റെയോ ലക്ഷണമില്ല. ചെല്ലപ്പനെ കീഴ്പ്പെടുത്തണമെങ്കിൽ ഒരടയാളവും അവശേഷിപ്പിക്കാതെ സാധ്യമാവുകയില്ല. അല്ലെങ്കിൽ ചെല്ലപ്പനുമായി അതിപരിചയമുള്ള ആരെങ്കിലും സൂത്രത്തിൽ വിളിച്ചിറക്കിക്കൊണ്ടുപോയി കാര്യം നടത്തിയിരിക്കണം. അല്ലെങ്കിൽ ചെല്ലപ്പനും മീനുവും തമ്മിൽ പിണങ്ങുകയും ഒടുവിൽ ചെല്ലപ്പൻ മീനുവിനെ വകവരുത്തി പുഴയിൽ തള്ളുകയും ചെയ്തിട്ട് നാടുവിട്ടിരിക്കാം. അതുമല്ലെങ്കിൽ രണ്ടാളും കൂടി പുഴയിൽ ചാടിയോ മറ്റോ ആത്മഹത്യ ചെയ്തിരിക്കാം. ഉച്ചയായപ്പോൾ സ്ഥലത്തെത്തിയ പോലീസ് സംഘവും ഇതേ ഊഹങ്ങളിലാണ് എത്തിച്ചേർന്നത്. പുഴക്കരയാകെ ആളുകളെക്കൊണ്ട് നിറഞ്ഞു. പാലത്തുരുത്തിലെങ്ങുമില്ല ചെല്ലപ്പനും മീനുവും. കുറേ പേർ പുഴയിലൂടെ തന്നെ താഴേക്ക് വളരെ ദൂരം തുഴഞ്ഞുപോയി. ഫലമുണ്ടായില്ല. പുലരും വരെ ചാറ്റൽമഴയുണ്ടായിരുന്നതുകൊണ്ട് കാൽപ്പാടുകളും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വിഷ്ണു തളർന്നു കുഴഞ്ഞ് ഇലവിൻ്റെ ചൂട്ടിലിരുന്നു. എഴുന്നേറ്റ് നിൽക്കാനുള്ള കരുത്തുപോലുമില്ല. അയാളുടെ മുഖത്തേക്ക് നോക്കാൻ നാരായണൻ ഭയന്നു. അതിദയനീയമായൊരു ഭയാനകത ആ മുഖത്ത് കണ്ടു. അപ്പു ഉച്ച കഴിഞ്ഞാണ് ചന്തയിലെത്തിയത്. ചന്തയിൽ ആളുകൾ വട്ടം കൂടി നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. പരിചയത്തിൻ്റെ പേരിൽ ചെല്ലപ്പനെ വിളിച്ച് പുറത്തിറക്കിക്കൊണ്ടുപോകാൻ സാധ്യതയുള്ളവർ ആരൊക്കെയെന്ന് ആളുകൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നു. ഷാപ്പിലെ ഗോപാലൻ, തോമസ് ചേട്ടൻ, വിഷ്ണു, നാരായണൻ, കുട്ടപ്പൻ, കൃഷ്ണൻകുട്ടി, പരീത്, വർഗീസ്, അങ്ങനെ പേരുകൾ നീണ്ടുപോയി. ഇവരിലാർക്കും ചെല്ലപ്പനെയും മീനുവിനെയും അപായപ്പെടുത്തിയിട്ട് നേട്ടമൊന്നുമില്ല. അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്പൂതിരിപ്പാടിൻ്റെ ആജ്ഞാനുസരണമായിരിക്കണം. അദ്ദേഹത്തിനാണ് അവരോട് പകയുള്ളത്. കുട്ടപ്പനെക്കുറിച്ച് ആരോ എടുത്തു പറഞ്ഞു. അയാൾ മുമ്പ് ചെല്ലപ്പനുമായി വഴക്കിട്ടിട്ടുണ്ട്. മാത്രമല്ല പണ്ട് നമ്പൂതിരിപ്പാടിൻ്റെ ഗുണ്ട ആയിരുന്നതാനും. അപ്പോൾ ആ അഭിപ്രായങ്ങൾ കേട്ടു നിൽക്കുകയായിരുന്നു. അയാളുടെ നെഞ്ചിലൊരു മിന്നൽ പൊളിഞ്ഞു. ഉടൻ തന്നെ അപ്പു പാർട്ടി നേതാക്കളെ സമീപിച്ചു. ആദ്യം കുഞ്ഞമ്പൂവിനെയും കുമാരനെയും ചാത്തുവിനെയും വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. അവർ നടുങ്ങി. നിനക്ക് ഉറപ്പാണോ അപ്പു? എനിക്ക് തീർച്ചയാ. ചോലത്തു വളവ് തിരിയുമ്പോഴായിരുന്നു. അത്ര ഭയങ്കരമായ അലർച്ച ഞാൻ കേട്ടിട്ടില്ല. ഓരിയിടുന്ന പോലെ. ഞങ്ങൾ മുൻപോട്ട് വന്നപ്പം ഇരുട്ടത്തൊരു വള്ളം അനങ്ങാതെ കിടക്കുന്നത് കണ്ടു. ഞാനാ ലൈറ്റ് തെളിച്ചത്. കൃഷ്ണൻകുട്ടി തല തിരിക്കുന്നത് കണ്ടു. ഒരു തല കൂടെ കണ്ടെങ്കിലും ആരാണെന്ന് മനസ്സിലായില്ല. വിളിച്ചിട്ട് മിണ്ടിയില്ല. കൃഷ്ണൻകുട്ടി അല്ലായിരിക്കുമെന്ന് വിചാരിച്ച് പിന്നെ വിളിച്ചില്ല. വള്ളം നല്ല പരിചയമുള്ളതാണല്ലോ എന്നു തോന്നി. കുറെ ചെന്നിട്ട് ശരിക്കും ലൈറ്റടിച്ച് നോക്കിയപ്പോൾ കുട്ടപ്പൻ്റെ വള്ളമാണെന്ന് മനസ്സിലായി. പുറകോട്ട് തിരിച്ചു വന്ന് നോക്കണമെന്ന് വിചാരിച്ചെങ്കിൽ കുട്ടപ്പനാണെങ്കിൽ തെറി പറയുമെന്ന് പേടിച്ച് ഞങ്ങൾ തുഴഞ്ഞു പോന്നു. കരുണനും എന്നോടുണ്ടായിരുന്നു. അപ്പു പറഞ്ഞു നിർത്തി. മറ്റുള്ളവർ സ്തംഭിച്ചു നിന്നു. വളരെ തിടുക്കത്തിൽ പാർട്ടി അംഗങ്ങൾ ഒരുമിച്ചുകൂടി. വിവരം പുറത്തുവിട്ടില്ല. അവർ പോലീസുകാരെ സമീപിച്ചു. കുട്ടപ്പനും കൃഷ്ണൻകുട്ടിയും ശാപ്പാട് കഴിഞ്ഞ് കഞ്ചാവും വലിച്ച് തിണ്ണയിലിരിക്കുമ്പോൾ നാരായണനും കമ്മാരനും അങ്ങോട്ട് ചെന്നു. വല്ല വിവരവുമുണ്ടോ? കുട്ടപ്പൻ ചോദിച്ചു. ഇന്നലെ രാത്രിയിൽ കുട്ടപ്പൻ വള്ളവുമായിട്ട് എവിടെങ്കിലും പോയിരുന്നോ? കമ്മാരൻ മറുചോദ്യം വിട്ടു. രണ്ടാളുടെയും മുഖം വിളറുന്നത് അയാൾ ശ്രദ്ധിച്ചു. ഇല്ലല്ലോ. കൃഷ്ണൻകുട്ടിയോ? ഞാനും പോയില്ല. മണലിറക്കിയിട്ട് വന്നപ്പം 8 മണിയായി. അപ്പോഴേ ഉറക്കം പിടിച്ചു. അത് ശരി. അപ്പോൾ നിങ്ങളെങ്ങും പോയില്ല. കുട്ടപ്പൻ നാരായണനെ സൂക്ഷിച്ചു നോക്കി. നാരായണൻ്റെ മീശയും കവിളും വിറയ്ക്കുന്നു. കണ്ണിൽ ചോര. അയാൾ പെട്ടെന്ന് പുറത്തേക്ക് നോക്കി. പോലീസും മറ്റാൾക്കാരും വലതുവശത്തുകൂടി വരുന്നത് കണ്ടു. ഇടതുവശത്തേക്ക് നോക്കിയപ്പോൾ അതിലെയും ആളുകൾ വരുന്നുണ്ട്. കുട്ടപ്പന് സംശയം തോന്നി.
എന്തോ പന്തുകേടുണ്ട്. ഒരൊറ്റ നിമിഷത്തേക്ക് തലച്ചോറിൽ കൊടുങ്കാറ്റ് വീശി. കൃഷ്ണൻകുട്ടിയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. കുട്ടപ്പൻ എഴുന്നേറ്റ് നിന്നു. അരയിൽ കൈ പരതി. എങ്ങും പോയില്ല അല്ലേ? കമ്മാരൻ്റെ കൈ കുട്ടപ്പൻ്റെ ചെകിട്ടിലാഞ്ഞു പതിഞ്ഞു. അയാൾ രണ്ടടി പിന്നോക്കം മാറി. നാരായണൻ അയാളെ വട്ടം പിടിച്ചു. ഇനി നീ രക്ഷപ്പെടുകയില്ല. കുട്ടപ്പൻ പെട്ടെന്ന് നാരായണനെ കുതിരച്ചിട്ട് കത്തിയൂരി. കൊന്നുകളയും. അയാൾ അമറി. ഒറ്റക്കുതിപ്പിന് പുഴയിലേക്ക് ചാടി. പുറകെ ചാടാനൊരുങ്ങിയ കൃഷ്ണൻകുട്ടിയെ കമ്മാരൻ തൊഴിച്ചു വീഴ്ത്തി. നാരായണനും പുറകെ ചാടി. കമ്മാരൻ പെട്ടെന്ന് വള്ളമിറക്കി. അവനെ വിടരുത്, പിടിച്ചോ. ആളുകൾ അട്ടഹസിച്ചുകൊണ്ട് വള്ളത്തിൽ കയറി. മുങ്ങിയ കുട്ടപ്പൻ എവിടെയും പൊങ്ങിയില്ല. അയാൾ വെള്ളത്തിനടിയിലൂടെ ഊളിയിട്ടു പോയി. കുറെ കഴിഞ്ഞ് നാരായണൻ നനഞ്ഞൊലിച്ച് കയറി വന്നു. പോലീസുകാർ കൃഷ്ണൻകുട്ടിയെ മുറ്റത്തുനിന്നും മുറിക്കുള്ളിലേക്ക് പിടിച്ചു കയറ്റി. ആൾക്കൂട്ടം തള്ളിക്കയറുന്നത് തടയാൻ വാതിലടച്ചിട്ടു. അകത്തുനിന്ന് അടിയുടെയും ഇടിയുടെയും ചവിട്ടിൻ്റെയും ശബ്ദവും പോലീസുകാരുടെ ചീത്തവിളിയും ചോദ്യം ചെയ്യലും കൃഷ്ണൻകുട്ടിയുടെ ഞരക്കവും അമർത്തിയ നിലവിളിയും കേൾക്കാമായിരുന്നു. പോലീസ് അടവുകളെല്ലാം പയറ്റി. കൃഷ്ണൻകുട്ടി ഉച്ചത്തിൽ നിലവിളിച്ചതല്ലാതെ ഒരക്ഷരം പോലും ഉരിയാടിയില്ല. പോലീസുകാർ അയാളുടെ വായ് മൂടിക്കെട്ടി. അവസാനം കൃഷ്ണൻകുട്ടി കീഴടങ്ങി. എന്നെ കൊല്ലല്ലേ, ഞാനെല്ലാം പറയാം. ഇനി തല്ലരുതേ, ഞാനൊന്നും ചെയ്തിട്ടില്ലേ പൊന്നേമാന്മാരെ. മുട്ടിന്മേൽ നിന്ന് അയാൾ കൈകൂപ്പി കരഞ്ഞു. മൂക്കിലൂടെയും കടവായ് കോണിലൂടെയും ഒഴുകിയ ചോര പുറം കൈകൊണ്ട് തുടച്ചു. അയാളെ വെട്ടിവിറയ്ക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണൻകുട്ടി എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വെളിയിൽ നിന്നവർ കാതുകൂർപ്പിച്ചു. അവർ തിണ്ണയിലും മുറ്റത്തും തിക്കിത്തിരക്കി. മൺഭിത്തി ഇളകിയാടി. വാതിൽ പൊളിഞ്ഞു വീഴുമെന്നായി. ഉറക്കെ പറയടാ നായിൻ്റെ മോനെ. ജനക്കൂട്ടം അട്ടഹസിച്ചു. നായിൻ്റെ മോനെ ഉറക്കെ പറയടാ. വിഷ്ണു അവിടെ ഉണ്ടായിരുന്നില്ല. ഇലവിൻ ചോട്ടിൽ നിന്ന് നാരായണനായിരുന്നു അയാളെ താങ്ങിപ്പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തിയത്. വിഷ്ണുവിനെ സമാധാനിപ്പിക്കാനായി കുറേ പേർ ചുറ്റും നിന്നിരുന്നു. വിഷ്ണു ചുമരിൽ ചാരിവെച്ച ശവം പോലെ അനക്കമില്ലാതെയിരുന്നു. അയാളുടെ ശരീരത്തെ തണുപ്പ് ബാധിച്ചിരുന്നു. ചുറ്റും നിൽക്കുന്നവർ പറയുന്നതൊന്നും അയാൾ കേട്ടില്ല. അയാൾ യാതൊന്നും കേട്ടില്ല. അധ്യായം 34. നമ്പൂതിരിപ്പാടിൻ്റെ പാലക്കാട്ടുള്ള ബന്ധുക്കളും എത്തിച്ചേർന്നു. ശവദാഹത്തിനുള്ള ഒരുക്കങ്ങൾ അച്യുതൻ നായർ പൂർത്തിയാക്കി കഴിഞ്ഞു. ആ കിഴവൻ അതിനായി വളരെ പാടുപെട്ടു. ആളുകൾ അവിടവിടെ കൂട്ടം കൂടി നിന്ന് പിറുപിറുത്തു. എന്തോ ചിറകടിച്ച് പറക്കുന്ന ശബ്ദം. കുളക്കടവിലെ കല്ലിൽ നിന്നും തോമസ് ചേട്ടൻ ഞെട്ടി എഴുന്നേറ്റു. മനക്കിലെ തത്തയാണോ പറന്നകന്നത്? അതോ മനസ്സിലെ തത്തയോ? കാക്കകൾ ചുറ്റിപ്പറക്കുന്നു. ശവദാഹത്തിന് നമ്പൂതിരിപ്പാടിൻ്റെ ആൾക്കാർ തിടുക്കം കൂട്ടുന്നതറിഞ്ഞ് തോമസ് ചേട്ടൻ അവിടേക്ക് ചെന്നു. ശ്രീദേവിയും കൂടി വന്നിട്ട് മതി. അവരെ വിളിക്കാൻ എൻ്റെ മകൻ മലബാറിലേക്ക് പോയിട്ടുണ്ട്. സന്ധ്യയാവുമ്പോഴേക്കും വരും. ഇപ്പോൾ തന്നെ ശവദാഹം നടത്തണമെന്ന് ബന്ധുക്കൾ നിർബന്ധം പിടിച്ചു. ശ്രീദേവി വരാതെ നടക്കില്ല. തോമസ് ചേട്ടൻ തീർത്തു പറഞ്ഞു. ഒന്നുമല്ലേലും മകളല്ലേ, ജീവിച്ചിരുന്നപ്പോൾ കാണാൻ അനുവദിച്ചില്ല. അച്ഛൻ്റെ ജഡമെങ്കിലും കണ്ടോട്ടെ. എന്നിട്ടും അവർ വഴങ്ങിയില്ല. അത് പറയാൻ താനാര് എന്നായി ചോദ്യം. തോമസ് ചേട്ടൻ്റെ ഉള്ളം തിളച്ചു മറിഞ്ഞു. ഞങ്ങൾ കർമ്മം നടത്തും, നിങ്ങൾക്കതിൽ കാര്യമില്ല, ഒരു നമ്പൂതിരി പറഞ്ഞു. നടത്തുകയില്ലെന്ന് തോമസ് ചേട്ടൻ വെല്ലുവിളിച്ചു. ആൾക്കൂട്ടം ഒന്നായി കലമ്പലുയർന്നു. നമ്പൂതിരിപ്പാടിൻ്റെ ബന്ധുക്കളൊഴിച്ച് മറ്റെല്ലാവരും ഒറ്റക്കെട്ടായി. ഒരു സംഘർഷാവസ്ഥ സംജാതമായി. ശ്രീദേവി എത്താതെ ശവദാഹം നടക്കില്ല, അവർ വാദിച്ചു. നമ്പൂതിരിപ്പാടിന് അങ്ങനെയൊരു മകൾ ജീവിച്ചിരിപ്പില്ലെന്നും അവളുടെ ശേഷക്രിയകൾ പണ്ടേ നടത്തിക്കഴിഞ്ഞതാണെന്നും നമ്പൂതിരിപ്പാടിൻ്റെ കൂട്ടർ പറഞ്ഞു. ആ കുട്ടി വരാതെ ഇവിടെ ആരാ ശവം ദഹിപ്പിക്കുന്നതെന്ന് കാണട്ടെ, എന്നിട്ട് ബാക്കി കാര്യം. മനസാക്ഷിയില്ലാത്ത ചെകുത്താന്മാര്. കമ്മാരൻ മുമ്പോട്ട് കയറി നിന്ന് കാർക്കിച്ചു തുപ്പി. തർക്കങ്ങളും പിറുപിറുക്കലും നീണ്ടുപോയി. എന്തു വന്നാലും ശ്രീദേവി വരാതെ ശവദാഹം നടക്കില്ലെന്ന് തോമസ് ചേട്ടനും കൂട്ടരും വാശി പിടിച്ചു. നമ്പൂതിരിപ്പാടിൻ്റെ ബന്ധുക്കൾ അടങ്ങി. അവർ അസംതൃപ്തിയോടെ പിറുപിറുത്തുകൊണ്ടിരുന്നു. മാവ് വെട്ടിക്കീറി ചിതയ്ക്കുള്ള വിറകൊരുക്കിയിരുന്നു. സംഭവബഹുലമായിരുന്ന ജീവിതം ഇനി ഒരു പിടി വെണ്ണീറായി മാറും. തോമസ് ചേട്ടൻ ഓർത്തു. ശ്രീദേവിയും വിജയനും വരാതിരിക്കില്ല. താമസിയാതെ എത്തിയേക്കും. 15 സംവത്സരങ്ങൾക്ക് ശേഷം ശ്രീദേവി അച്ഛൻ്റെ മുഖം ഒന്ന് കാണട്ടെ. തോമസ് ചേട്ടൻ മേലംകുളത്തിൻ്റെ കാടുകയറിയ തറയിൽ നിന്ന് ഓരോന്നോർത്തു. എല്ലാം കാണാൻ ഭാഗ്യമോ ഭാഗ്യദോഷമോ ഉണ്ടായിരിക്കുന്നു. ചുളിവ് വീണ സ്വന്തം മുഖത്തുകൂടി അയാൾ വിരലോടിച്ചു. നഷ്ടപ്പെട്ട വർഷങ്ങളെ പരതി പിടിക്കാനെന്ന വണ്ണം. അയാളുടെ ശിരസിൻ്റെ മുക്കാൽ ഭാഗത്തേക്കും കഷണ്ടി ബാധിച്ചിരുന്നു. തലയുടെ പുറകുവശത്തു മാത്രമുള്ള അല്പം തലമുടി നരച്ചു കഴിഞ്ഞിരുന്നു. കാലം സന്ധ്യയായി, രാത്രിയായി. 8 മണിയായപ്പോൾ ശ്രീദേവിയും വിജയനും എത്തി. പാലത്തുരുത്തിലേക്ക് ഇനിയും പാലം തീർന്നിട്ടില്ലാത്തതിനാൽ
കാർ അക്കരയിട്ടിട്ടാണ് പോന്നത്. അവരുടെ 3 കുട്ടികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ആളുകൾ അവരെ സാഗൂതം നോക്കി. 5 വർഷം മുൻപാണ് അവർ പാലത്തുരുത്തിൽ വന്നിട്ട് പോയത്. അന്നും ശ്രീദേവിക്ക് അച്ഛനെ കാണാൻ സാധിക്കാതെ ദുഃഖിതയായി മടങ്ങേണ്ടി വന്നു. കാലം അവരിൽ വരുത്തിയ മാറ്റങ്ങൾ. വിജയൻ്റെ മുടി ഒട്ടുമുക്കാലും നരച്ചു തുടങ്ങി. പ്രായക്കൂടുതൽ തോന്നിച്ചിരുന്നുവെങ്കിലും ദേഹം പഴയതിനേക്കാൾ തടിച്ചിട്ടുണ്ട്. ഒരൽപ്പം കുടവയറുണ്ട്. മാറത്തെ രോമങ്ങൾക്കിടയിലും നരച്ച ഇഴകൾ. പ്രൗഢിയും കുലീനതയും ആ മുഖത്തെ ഗാംഭീര്യമുള്ളതാക്കി തീർത്തിരുന്നു. ശ്രീദേവി അല്പം മെലിഞ്ഞിട്ടുണ്ട്. തിളക്കവും തുടുപ്പും മിനുപ്പുമെല്ലാം പോയെങ്കിലും മുഖത്തെ ഐശ്വര്യത്തിന് മാറ്റു കുറഞ്ഞിട്ടില്ല. മുടിക്ക് നര ബാധിക്കുന്നതേയുള്ളൂ. സാരിയാണ് ധരിച്ചിരുന്നത്. കഴുത്തിൽ വലിയ സ്വർണ്ണമാല, കൈത്തണ്ടയിൽ സ്വർണ്ണവളകൾ, കമ്മൽ, മോതിരം, വാച്ച്. ആകെ കൂടി സമ്പത്തിൻ്റെ പ്രൗഢി ദൃശ്യമാണ്. മക്കളിൽ മൂത്തത് ആൺകുട്ടി. മീശ കുരുത്തിട്ടില്ലെങ്കിലും ഒരു യുവാവിനെപ്പോലെ വളർന്നിരിക്കുന്നു. വിജയൻ്റെ ചെറുപ്പത്തിലെ മുഖച്ഛായ ഓർമ്മയുള്ളവർ ആ സാദൃശ്യമോർത്ത് അത്ഭുതപ്പെട്ടു. രണ്ടാമത്തേത് പെൺകുട്ടി. നന്നേ വെളുത്തതല്ല, ഇരുനിറം. ശാലീനതയും പ്രസരിപ്പും അവളുടെ മുഖത്തും ചലനങ്ങളിലും ഓളം വെട്ടിയിരുന്നു. മൂന്നാമത്തെയും ആൺകുട്ടി തന്നെ. അവൻ വിഷാദവാനായി കാണപ്പെട്ടു. മെലിഞ്ഞ ശരീരം, സദാ ചിന്താഭരിതമായ മുഖം. അവൻ ഉത്കണ്ഠയോടെയാണ് സകലതിനെയും നോക്കിയിരുന്നത്. യഥാക്രമം അവരുടെ പേർ രഘുവരൻ, ശാലിനി, വിഷ്ണു എന്നിങ്ങനെയായിരുന്നു. ഇളയ കുട്ടിക്ക് വിഷ്ണു എന്നു പേരിട്ടത് ശ്രീദേവിയുടെ അഭിലാഷപ്രകാരമായിരുന്നു. ശ്രീദേവി അച്ഛൻ്റെ മൃതദേഹത്തിന് മുൻപിൽ വിഷാദമുഖയായി നിന്നു. കണ്ണു നിറഞ്ഞെങ്കിലും നീർത്തുള്ളികൾ പുറത്തേക്ക് വീഴാതെ അവൾ അടക്കി. അലമുറയിട്ട് ഒരു കരച്ചിൽ പ്രതീക്ഷിച്ചവർ നിരാശരായി. കുട്ടികൾ ആദ്യമായി മുത്തച്ഛനെ കാണുകയാണ്. അവർക്ക് എല്ലാം അറിയാമായിരുന്നു. ശോകമൂകരായി നിന്ന് അവർ മുത്തച്ഛൻ്റെ ജഡത്തെ നോക്കി. വിജയനൊന്ന് നോക്കിയ ശേഷം തോമസ് ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. ഇരുട്ടായിരുന്നു. പന്തങ്ങളും പെട്രോമാക്സുകളും ടോർച്ചുകളും ഇരുട്ടിനെ അകറ്റാൻ ശ്രമിച്ചിരുന്നു. മൃതദേഹം ചിതയിലെടുത്തുവെച്ച് വിറകടുക്കി. ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോഴേക്കും 9 മണി രാത്രിയായി. അച്യുതൻ നായർ ഒരു കല്ലിനടുത്തേക്ക് മാറി നിന്നു. അയാളുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. എന്തെന്ത് ഓർമ്മകൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ മിന്നിപ്പൊലിഞ്ഞില്ല. അല്പാൽപമായി കത്തിനിന്ന ചിത പിന്നീട് ആളിപ്പടരാൻ തുടങ്ങി. ശ്രീദേവിയും വിജയനും കുട്ടികളും തോമസ് ചേട്ടനും അടുത്തടുത്താണ് നിന്നത്. ആളിക്കത്തുന്ന ചിതയുടെ പ്രകാശം അവരുടെ മുഖത്ത് മങ്ങിയും തെളിഞ്ഞും പ്രതിഫലിച്ചു. തലയോട് പൊട്ടുന്നതാ ആ സ്വരം. ചീറ്റിപ്പൊട്ടുന്നതുപോലെ ഒരു സ്വരം ചിതയിൽ നിന്ന് കേട്ട് ആരോ പറഞ്ഞു. ശ്രീദേവി ചുണ്ടു കടിച്ചു പിടിച്ചു. ചിതയിൽ നിന്ന് പൊട്ടലും ചീറ്റലും ഉയർന്നു. ശ്രീദേവി വിജയൻ്റെ തോളിലേക്ക് തല ചായച്ചു. ചിതയുടെ വെളിച്ചത്തിൽ പരിസരമെല്ലാം കാണാമായിരുന്നു. മന സ്ഥിതി ചെയ്തിരുന്ന സ്ഥാനത്തേക്ക് വിജയൻ കണ്ണോടിച്ചു. കത്തിയമർന്ന മനയുടെ ഇടിഞ്ഞ കൽത്തറകളും കൽച്ചുവരുകളും കാടുകയറിയ തറയും മുറ്റവും എല്ലാം അയാൾ കണ്ടു. 100 ഓർമ്മകൾ അയാളുടെ ഉള്ളിൽ അലച്ചു പതഞ്ഞു. അമ്മയെ ഓർത്തു. അമ്മ തൻ്റെ അച്ഛനെന്ന് പറഞ്ഞു തന്ന ആളെ ഓർത്തു. കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്ത അമ്മുക്കുട്ടിയെന്ന പെറ്റമ്മയെ ഓർത്തു. വിഷ്ണുവിനെ ഓർത്തു. എല്ലാവരും ഇന്ന് എവിടെ? എത്രയെത്ര വർഷങ്ങളിലെ തൻ്റെ കാൽപ്പാടുകൾ ഏറ്റുവാങ്ങിയ മണ്ണാണിത്. കണ്ണീർ ഏറ്റുവാങ്ങിയ മണ്ണാണിത്. ശ്രീദേവിയും ഓർക്കുകയായിരുന്നു. അവരുടെ ഉള്ളം തേങ്ങി. കണ്ണീർത്തുള്ളികൾ കവിളിലൂടെ ഉരുണ്ടു വീണു. എന്തെന്ത് ഓർമ്മകളുണ്ട്! ഒരിക്കലും മറക്കാനാവാത്ത ദുഃഖസ്മരണകൾ. ചിത കത്തിയമർന്നു. ആളുകൾ പിരിഞ്ഞുപോയി തുടങ്ങി. തോമസ് ചേട്ടൻ വിജയനെയും ശ്രീദേവിയെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് നടന്നു. അച്യുതൻ നായർ അപ്പോഴും കാലത്തിനാൽ വിധിക്കപ്പെട്ട മൂകസാക്ഷിയെപ്പോലെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മാർക്കറ്റിലെത്തിയപ്പോൾ പലരും വിജയൻ്റെ ക്ഷേമം അന്വേഷിക്കാൻ താൽപ്പര്യപ്പെട്ടു. അയാൾ ഏതാനും വാക്കുകളിൽ മറുപടി ഒതുക്കി. ഇന്ന് സുഖം തോന്നുന്നില്ലെന്നും നാളെ വിശദമായി സംസാരിക്കാമെന്നും പറഞ്ഞു. തോമസ് ചേട്ടൻ്റെ വീട് അതൊരു വലിയ വീടാണ്. ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ചത്. പാലത്തുരുത്ത് ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. ശ്രീദേവി ആഹാരമൊന്നും കഴിച്ചില്ല. മറ്റുള്ളവർ കഴിച്ചെന്നു വരുത്തി. കുട്ടികൾക്കും വിജയനും ശ്രീദേവിക്കുമൊക്കെ കിടക്കാനുള്ള സൗകര്യങ്ങൾ തോമസ് ചേട്ടൻ ചെയ്തു കൊടുത്തു. കുട്ടികൾ കിടന്നുറങ്ങി. തോമസ് ചേട്ടനും വിജയനും ശ്രീദേവിയും ഡ്രോയിങ് റൂമിലിരുന്ന് സംസാരിച്ചു. ഓർമ്മകൾ അയവിറക്കി. എല്ലാവരുടെയും മുഖത്തിന് വിഷാദത്തിൻ്റെ പരിവേഷമുണ്ടായിരുന്നു. ഒടുവിൽ അവർക്ക് സംസാരിക്കാൻ ഒന്നുമില്ലാതായി. നിശ്വാസം മുതിർത്തുകൊണ്ട് വെറുതെ ഇരുന്ന് ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. തോമസ് ചേട്ടൻ എപ്പോഴോ വർത്തമാനകാലത്തിലേക്ക് തിരിച്ചു വന്നു. കുട്ടികളൊക്കെ പഠിക്കുകയല്ലേ? അതെ. സ്കൂൾ ഫൈനൽ മുതൽ താഴോട്ടുള്ള തൊട്ടുതൊട്ടു ക്ലാസ്സുകളിൽ
വിജയൻ പറഞ്ഞു. പഠിക്കാൻ മിടുക്കരാണല്ലേ? അതെ. വിജയൻ്റെ മക്കളല്ലേ? തോമസ് ചേട്ടൻ ചിരിക്കാൻ ശ്രമിച്ചു. കാറ് വാങ്ങിയെന്ന് കേട്ടല്ലോ. ഒരു പഴഞ്ചൻ. കുട്ടികളുടെ ആശ തീരട്ടെന്ന് വെച്ചു. തോമസ് ചേട്ടൻ മൗനമായി ഇരുന്നു. വിജയൻ്റെ പുരോഗതിയെക്കുറിച്ച് അയാൾക്ക് അസൂയയും ആരാധനയും തോന്നി. കാറ്, മാളിക വീട്, കുരുമുളക് തോട്ടം, ഏലത്തോട്ടം, കഠിനാധ്വാനത്തിൻ്റെ ഫലം, അതിലുപരി ഐശ്വര്യവതിയായ ഭാര്യയുടെ ഭാഗ്യനക്ഷത്രം, കാത്തിരിപ്പിൻ്റെയും ക്ഷമയുടെയും ഫലം, സർവോപരി ഈശ്വരൻ്റെ അനുഗ്രഹം. പണ്ടത്തെ ഒളിച്ചോട്ടത്തെക്കുറിച്ച് ഓർമ്മിച്ചപ്പോൾ തോമസ് ചേട്ടൻ്റെ ചുണ്ടിൽ ഒരു കുസൃതി പുഞ്ചിരി പരന്നു. അയാൾ ഓർത്ത് രസിച്ചു. എന്നാ മടങ്ങുന്നത്? നാളെ. അപ്പോൾ ശേഷക്രിയകളൊക്കെ? അതിനൊക്കെ ഞങ്ങളാരാ? വിജയൻ ആരുമല്ലായിരിക്കും. പക്ഷേ ശ്രീദേവി മകളല്ലേ? അവളുടെ ശേഷക്രിയ പണ്ടേ കഴിഞ്ഞല്ലോ. ശ്രീദേവിയുടെ മിഴികൾ ഈറനായി. തോമസ് ചേട്ടൻ സ്വരം താഴ്ത്തി പറഞ്ഞു. വിജയ, ഇനിയെങ്കിലും മറക്ക്. വീണ്ടും മൗനം. അല്പം കഴിഞ്ഞ് തോമസ് ചേട്ടൻ പറഞ്ഞു. മനയ്ക്കൽ പറമ്പ് ആ തറയും കൂട്ടി 2-3 ഏക്കർ ബാക്കിയുണ്ടല്ലോ. 2 ഏക്കറോ മറ്റോ അച്യുതൻ നായർക്ക് കൊടുത്തു. ബാക്കി ആർക്കും എഴുതി വച്ചിട്ടില്ലെന്നാ കേട്ടത്. ശ്രീദേവിക്ക് വേണ്ട. വിജയൻ്റെ സ്വരത്തിൽ അല്പം വാശിയുണ്ടെന്ന് തോന്നി. വീണ്ടും അവർ ഓർമ്മകളിലേക്ക് വഴുതി വീണു. പറയാനുള്ളതിനേക്കാൾ 100 മടങ്ങ് ഓർമ്മിക്കാനുണ്ട്. മൂക നിമിഷങ്ങൾ. തോമസ് ചേട്ടന് സുഖം തന്നെയല്ലേ? ഒടുവിൽ വിജയൻ ചോദിച്ചു. സുഖം തന്നെ. പക്ഷേ എന്തോന്ന് സുഖം? ഒരു കണക്കിലത് എന്താണെന്ന് തന്നെ അറിയാൻ പാടില്ല. മക്കളെല്ലാം കല്യാണം കഴിഞ്ഞ് ഓരോ വഴിക്കായി. ഇളയവൻ ജോസ് കുടുംബമായിട്ട് എൻ്റെ കൂടെ തന്നെ. കച്ചവടമൊക്കെ അവൻ നോക്കിക്കൊള്ളും. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. അതാ പ്രയാസം. ചുമ്മാ തിന്നും കുടിച്ചും പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ കഴിയുന്നു. ഏതായാലും ഞങ്ങൾ രാവിലെ പോകുന്നില്ല. ഒരു കാലത്ത് എന്നെ സഹായിച്ച പലരും ഉണ്ടല്ലോ ഇവിടെ. എല്ലാവരും മരിച്ചിട്ടില്ലല്ലോ. അവരെയൊക്കെ ഒന്ന് കാണണം. എത്ര കാലമായി. പാർട്ടി നേതാവ് നാരായണൻ മരിച്ചുപോയി കേട്ടോ. 2 മാസമായി. ക്ഷേമമായിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നു. പത്രത്തിൽ കണ്ടു. മനയ്ക്കൽ നിന്നിറങ്ങിയ കാലത്ത് ഞാനും നാരായണനും അനന്തകൃഷ്ണനുമൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നതാണ്. കുഞ്ഞമ്പു ഉണ്ടല്ലോ അല്ലേ? തീരെ സുഖമില്ലാതെ കിടപ്പില്ല. പഴയ പ്രവർത്തകരെയൊക്കെ പാർട്ടി തഴഞ്ഞ മട്ട. പാർട്ടി എല്ലാം മറന്നു. ഇപ്പോൾ ആദർശത്തിന് വേണ്ടിയല്ലല്ലോ, അധികാരത്തിന് വേണ്ടിയല്ലേ. സംഭാഷണത്തിന് പിന്നെയും ചങ്ങല വീണു. ആർക്കും ഇനി ഒന്നും പറയാനില്ലെന്ന് തോന്നി. ശ്രീദേവി ഒരക്ഷരം പോലും മിണ്ടിയിരുന്നില്ല. പിന്നെ ഇന്നലെ രാത്രിയിൽ മീനുവിൻ്റെ തോണി പുഴ കൊണ്ടുപോയി. എത്ര കാലമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് അത് പുഴക്കരയിൽ കിടന്നതാ. സ്നേഹത്തിൻ്റെ സ്മാരകം പോലെ. വിജയൻ്റെ മുഖത്ത് വിഷാദം നിറഞ്ഞു. നമ്പൂതിരിപ്പാട് മരിച്ച രാത്രിയിൽ തന്നെ തോണിയും പോയി. രണ്ടും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായതാണ്. അന്നൊന്നും അത് ഒഴുകിപ്പോയില്ല. ചിലപ്പോൾ എൻ്റെ തോന്നലാവാം. യാദൃച്ഛികമായിരിക്കാനേ വഴിയുള്ളൂ. ശ്രീദേവിയുടെ കണ്ണു നിറഞ്ഞത് ആരും കണ്ടില്ല. മീനുവിനെയും വിഷ്ണുവിനെയും പാലത്തുരുത്തിന് മറക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരിക്കലും. 100 നൂറ്റാണ്ട് കഴിഞ്ഞാലും. ശ്രീദേവി പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. ഏതായാലും നമുക്ക് ഉറങ്ങാം. ഇനി നാളെ സംസാരിക്കാം, വിജയൻ അസഹ്യതയോടെ പറഞ്ഞു. അയാൾ കോട്ടുവായിട്ടു. നാളെ തന്നെ പോകുമെന്ന് തീർച്ചപ്പെടുത്തിയോ? നാളെ പോകണം. അവിടെ ആരുമില്ല. വീട് പൂട്ടിയിട്ടിട്ടാ പോന്നത്. അവർ ഉറങ്ങാനായി പിരിഞ്ഞു. അധ്യായം 35. എവിടെയോ പാതിരാ കോഴി കൂവി. തോമസ് ചേട്ടന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാലഘട്ടങ്ങളുടെ രഹസ്യവും പേറി ചക്രവാളത്തിലേക്ക് പറന്നുപോയ മനക്കിലെ തത്ത മനസ്സിൽ ഉണർന്നിരിക്കുന്നു. എല്ലാ രഹസ്യങ്ങളും മനസ്സിനോടത് മന്ത്രിക്കുന്നു. അസ്വസ്ഥതയോടെ തോമസ് ചേട്ടൻ എഴുന്നേറ്റു. ജനൽ തുറന്നിട്ടു. കാറ്റ് ജനലിലൂടെ അകത്തേക്ക് തള്ളിക്കയറി. അതിന് മേലംകുളത്തെ ചിതയുടെ ഗന്ധമുണ്ടെന്ന് തോന്നി. തോമസ് ചേട്ടൻ ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിക്കിടന്നു. മനക്കിലെ അത്ഭുത തത്തയെ ഓർത്തു. മനസ്സിലെ തത്തകളെയും. പാലത്തുരുത്തിനെ ചവിട്ടിത്തേച്ച ഒരു കാലഘട്ടം കത്തിയമർന്നു പോയിരിക്കുന്നു നമ്പൂതിരിപ്പാടിനോടൊപ്പം. കാലം ശിക്ഷിച്ചു. ഇനിമേൽ മേലംകുളത്ത് മനയില്ല. ശങ്കരൻ നമ്പൂതിരിയില്ല. ആചാരപരമായി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയുമില്ല. എല്ലാം ആ ചിതയോടൊപ്പം തീർന്നു. വെണ്ണീറായി എല്ലാം. വിഷ്ണുവെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. വിഷ്ണു 15 വർഷം മുൻപാണ് കണ്ടത് അവസാനമായി. കൃഷ്ണൻ നായരുടെയും നമ്പൂതിരിപ്പാടിൻ്റെയും കൈകളിൽ വിലങ്ങു വീണ ദിവസം. മനക്കിലേക്കുള്ള ആ യാത്ര ഇപ്പോഴും ഉൾക്കിടലത്തോടെ മാത്രമേ ഓർക്കാൻ കഴിയൂ. പോലീസിൻ്റെയും കൃഷ്ണൻകുട്ടിയുടെയും പിന്നാലെ മനക്കിലേക്ക് ഇരച്ചു കയറുന്നു ജനം. ജാതിഭേദവും ഉച്ചനീചത്വങ്ങളും അവർ മറന്നു. അധകൃതർക്ക് ഒരിക്കലും പ്രവേശനമില്ലാതിരുന്ന
ആ മതിലകത്തേക്ക് പറയനും പാണനും പുലയനും നസ്രാണിയും മുസ്ലിമുമെല്ലാം ഇരമ്പിക്കയറി അടക്കാനാവാത്ത ആത്മരോഷത്തോടെ. അക്കൂട്ടത്തിൽ വിഷ്ണുവുണ്ടോ എന്നു നോക്കി. കണ്ടില്ല. ഉണ്ടായിരുന്നിരിക്കാം. കടൽ പോലെ അലയടിച്ച ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് എന്തുമാത്രം ബന്ധപ്പെട്ടു. നമ്പൂതിരിപ്പാട് പൂമുഖത്തുണ്ടായിരുന്നു. അദ്ദേഹം ഞെട്ടിയില്ല, വിളറിയില്ല. ചുണ്ടുകൊട്ടി ഒന്ന് ചിരിച്ചു. ക്രൂരമായ ചിരി. അദ്ദേഹം എഴുന്നേൽക്കുക പോലും ചെയ്തില്ല. എന്നാൽ അച്യുതൻ നായർ ഞെട്ടിവിറച്ചു. അയാളുടെ മുഖത്തെ രക്തം വാർന്നുപോയതുപോലെ തോന്നിയിരുന്നു. എവിടെയാണ് കളപ്പുരയും പുകമറയും? ഇൻസ്പെക്ടർ ചോദിച്ചു. നമ്പൂതിരിപ്പാട് ഇൻസ്പെക്ടറുടെ കണ്ണിലേക്ക് നോക്കി 2 നിമിഷം ഇരുന്നു. അദ്ദേഹത്തിന് എല്ലാം മനസ്സിലായി കാണണം. തണുത്ത സ്വരത്തിൽ പറഞ്ഞു, അച്യുതൻ നായരെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കൂ. അച്യുതൻ നായരും കൃഷ്ണൻകുട്ടിയുമായിരുന്നു മുൻപിൽ. പുറകെ പുരുഷാരം. മതിൽക്കെട്ടിന് വെളിയിൽ ഏതാനും വാരയകലെ പാടത്തിനരികിൽ ഒരു കളപ്പുരയുണ്ടായിരുന്നു. കറ്റകൾ മെതിക്കാനും തോമ്പ് ശേഖരിക്കാനും മറ്റുമുള്ള ഒരു വലിയ പുര. അവിടെ നമ്പൂതിരിപ്പാടിന് ഉപയോഗിക്കാനായി അധകൃതർക്ക് പ്രവേശനമില്ലാത്ത 2 മുറികളും ഉണ്ടായിരുന്നു. അതിനടിയിലായിരുന്നു പുകയറ. നിലവറയല്ല. അതിന് വലിയ വിസ്താരമൊന്നുമില്ല. ഇടുങ്ങിയ ചുമരുകൾക്കിടയിൽ ഏതാണ്ട് 10 അടി സമചതുരത്തിലുള്ള തറ. വാഴക്കുലകളും മറ്റും പുകച്ചു പഴുപ്പിക്കാനോ മറ്റോ ഉപയോഗിച്ചിരുന്നത്. കുറേ ജീവിതങ്ങളെയും അവിടെ പുകച്ചു കളഞ്ഞിട്ടുണ്ട്. അതിനുള്ളിലെ ഇരുട്ടിലേക്ക് കണ്ണാരനും കുഞ്ഞമ്പൂവും നാരായണനും കൂടി വിളക്കുകൾ കൊളുത്തിക്കൊണ്ടുവന്നു. ഉള്ളിൽ തളം കെട്ടിയ ഉഷ്ണത്തിലേക്ക് ആളുകൾ തിക്കിത്തിരക്കി കയറി. തൂമ്പയും പിക്കാസും അതിനകത്തു തന്നെ ഉണ്ടായിരുന്നു. കൊത്തിയിളക്കിയിട്ടിരുന്ന മൂലയ്ക്ക് കൃഷ്ണൻകുട്ടി വിരൽ ചൂണ്ടി. അച്യുതൻ നായരെക്കൊണ്ടും കൃഷ്ണൻകുട്ടിയെക്കൊണ്ടും പോലീസുകാർ തറമാന്തിച്ചു. ഭയങ്കരമായ നിശബ്ദതയിലേക്ക് മണ്ണു മാന്തുന്ന ശബ്ദം ഇറന്നു വീണു. എല്ലാവരും ശ്വാസം പിടിച്ചു നിന്നു. എന്തൊരു ഉത്കണ്ഠയും ഭീതിയുമായിരുന്നു ഓരോ മുഖങ്ങളിലും. കേറ്റിയിടട. ഇൻസ്പെക്ടറുടെ അലർച്ച അറയ്ക്കുള്ളിൽ മുഴങ്ങുന്നു. കൃഷ്ണൻകുട്ടിയും അച്യുതൻ നായരും ഓരോ കാൽ കുഴിയിൽ ചവിട്ടി കുഴിവക്കത്ത് കാൽമുട്ടൂന്നി നിന്ന് ശവശരീരം ഉയർത്തി പുറത്തേക്കെടുത്തു വെച്ചു. മീനുവിൻ്റെ മൃതദേഹം. മണ്ണിൽ പുതഞ്ഞ തലമുടി, അടഞ്ഞ കണ്ണുകൾ, ഒരു വശത്തേക്ക് ചെരിഞ്ഞുകിടന്ന പുഴി പുരണ്ട മുഖം. ഒരൊറ്റ പ്രാവശ്യമേ നോക്കിയുള്ളൂ. ആളുകൾ മിണ്ടാതെ ഓരോരുത്തരായി പുറത്തേക്ക് പോകുന്നത് ഇപ്പോഴും കാണുന്നു. കൃഷ്ണൻകുട്ടിയാണ് ചെല്ലപ്പനെ കൊന്ന് പുഴയിൽ താഴ്ത്തിയ ഭാഗം പോലീസിന് കാണിച്ചു കൊടുത്തത്. മുങ്ങൽ വിദഗ്ധർ ചെല്ലപ്പൻ്റെ മൃതദേഹം പൊക്കിയെടുത്തപ്പോഴും ഒന്നു നോക്കാനേ കഴിഞ്ഞുള്ളൂ. എന്തൊരു ഭീകരരാത്രിയായിരുന്നു അത്. സ്നേഹത്തിനൊന്നിനായി മാത്രം സ്നേഹിച്ച 2 പാവപ്പെട്ട ജീവിതങ്ങളെ ക്രൂരമായി കൊല ചെയ്ത രാത്രി. കൃഷ്ണൻകുട്ടിക്ക് എല്ലാം പറയേണ്ടി വന്നു. അച്യുതൻ നായർക്കും നമ്പൂതിരിപ്പാടിനും എല്ലാം സമ്മതിക്കേണ്ടി വന്നു. പാവം ചെല്ലപ്പൻ, നിഷ്കളങ്കിയായ മീനു, അവരെ കൊല ചെയ്ത രീതി. ഒരു ദുസ്വപ്നം പോലെ ആ രംഗങ്ങൾ സങ്കല്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെല്ലപ്പനെ അടിച്ചുകൊന്ന് പുഴയിൽ താഴ്ത്തുന്നു. മനക്കൽ പറമ്പിലെ ഇരുട്ടിൽ ഒരു സാധു പെൺകുട്ടി മാറി മാറി ബലാത്സംഗം ചെയ്യപ്പെടുന്നു. പിന്നെ പുകമറ, കത്തിയുരുകുന്ന മെഴുകുതിരി, പിക്കാസ് ഉപയോഗിച്ച് കുഴി തീർക്കുന്ന കുട്ടപ്പനും കൃഷ്ണൻകുട്ടിയും, അറയുടെ നടുക്ക് ബോധമറ്റു കിടക്കുന്ന മീനു, അവളുടെ കഴുത്തിൽ ചുറ്റുന്ന കയർ, വലിയുന്ന കയർ തുമ്പുകൾ, മീനുവിൻ്റെ പിടച്ചിൽ, നമ്പൂതിരിപ്പാടിൻ്റെ പൈശാചികമായ ചിരി, പകയുറ്റ കണ്ണുകൾ. എല്ലാം കഴിഞ്ഞിട്ട് ചാരിതാർത്ഥ്യത്തോടെ പുഞ്ചിരിക്കുന്ന 3 മുഖങ്ങൾ. കഴുത്തിന് പാടുകളുണ്ടായിരുന്നു. വൈകുന്നേരം കൂടുതൽ പോലീസും ഡോക്ടറും എത്തി. പോസ്റ്റ്മോർട്ടം നടത്തി. കഴുത്തിൽ കയർ കുടുക്കി വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊന്നതാണെന്ന് തെളിഞ്ഞു. 1-ൽ കൂടുതൽ ആളുകൾ ബലാത്സംഗം ചെയ്തിരുന്നുവെന്നും തെളിഞ്ഞു. ശരീരഭാഗങ്ങൾ മുറിച്ച് വിദഗ്ധ പരിശോധനയ്ക്കായി കൊണ്ടുപോയി. സന്ധ്യ ആയതോടെ മനക്കൽ പറമ്പും പാലത്തുരുത്തും ജനങ്ങളെക്കൊണ്ട് നിറഞ്ഞു. പത്ര റിപ്പോർട്ടർമാർ തിക്കിത്തിരക്കി വന്നു. നമ്പൂതിരിപ്പാടിനെയും അച്യുതൻ നായരെയും അറസ്റ്റ് ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മീനുവിൻ്റെ ശരീരം ആളുകൾ കൊണ്ടുപോയി തീണ്ടലും തൊടിയിലുമുള്ള മേലംകുളത്തു മനയുടെ പൂമുഖത്താണ് കിടത്തിയത്. എല്ലാവർക്കും കാണാൻ. വിഷ്ണു അവിടേക്ക് നടന്നു വന്ന രീതി ഓർക്കുമ്പോൾ ഇപ്പോഴും കണ്ണു നിറയുന്നു. കുട്ടികൾ പിച്ച വെച്ച് നടക്കുന്നതുപോലെ, ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു വിഡ്ഢിയെപ്പോലെ അയാൾ മീനുവിൻ്റെ മൃതദേഹത്തിനടുത്തേക്ക് വന്നു. ഏതാനും നിമിഷം നോക്കി നിന്നു. പിന്നെ പതുക്കെ കുനിഞ്ഞു. കോരിയെടുത്തു. ഒരു പിഞ്ചു കുഞ്ഞിനെ എന്ന പോലെ അവളുടെ ശരീരം നെഞ്ചോട് ചേർത്ത് അടുക്കിപ്പിടിച്ച് മുഖത്തേക്കുറ്റുനോക്കി. അങ്ങനെ തന്നെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അയാൾ കരഞ്ഞില്ല, കണ്ണീരൊഴുക്കിയില്ല. എത്ര പേർ ബലം പ്രയോഗിച്ചിട്ടാണ് മീനുവിൻ്റെ ശരീരം വിഷ്ണുവിൽ നിന്ന് പിടിച്ചു വാങ്ങി തറയിൽ കിടത്താൻ കഴിഞ്ഞത്. രാത്രിയിൽ മീനുവിൻ്റെ ദേഹം അടക്കം ചെയ്തു. അപ്പോഴും വിഷ്ണു കരഞ്ഞില്ല. താനാണ് അയാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അർദ്ധരാത്രി വരെ അയാളുടെ അടുത്തിരുന്ന് സാന്ത്വനപ്പെടുത്തി.
പിന്നെ മൂടിപ്പുതുപ്പിച്ച് കിടത്തിയ ശേഷം ഉറങ്ങാൻ പോയി. വിഷ്ണു ഒന്ന് കരഞ്ഞെങ്കിൽ എന്നാശിച്ചു പോയി. ആ മുഖം കണ്ടാൽ ഭയം തോന്നുമായിരുന്നു. വെളുപ്പാൻ കാലത്ത് ആർപ്പുവിളിയും അട്ടഹാസവും കേട്ട് ഉണർന്നു. ആകാശത്തേക്ക് തെങ്ങോളം ഉയരത്തിൽ അഗ്നിജ്വാലകൾ എരുമ്പിക്കയറുന്നത് കണ്ട് അന്താളിച്ചു. പിന്നെ മനസ്സിലായി മേലംകുളത്ത് മന കത്തിയെരിയുകയാണെന്ന്. പാലത്തുരുത്തിലെ ജനം മുഴുവൻ ഓടിക്കൂടി നിസ്സഹായരായി നോക്കി നിന്നു. 50 വാര അടുത്തെടുക്കാൻ പോലും കഴിഞ്ഞില്ല. കടലിരമ്പുന്നതുപോലെയായിരുന്നു തീ. പാലത്തുരുത്ത് പ്രകാശമാനമായി. എങ്ങനെ തീ പിടിച്ചുവെന്ന് ആരും അറിഞ്ഞില്ല. നമ്പൂതിരിപ്പാടിനെയും അച്യുതൻ നായരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിരുന്നു. ബാല്യക്കാരെ പറഞ്ഞയച്ചിരുന്നു. മനയ്ക്കൽ ആരുമുണ്ടായിരുന്നില്ല. രാവിലെ 10 മണിയായിട്ടും തീ അണഞ്ഞില്ല. അത് കഴിഞ്ഞാണ് വിഷ്ണുവിനെ കാണാനില്ല എന്നറിഞ്ഞത്. പിന്നീട് മീനുവിൻ്റെ മൃതദേഹം കാണാതായി എന്നറിഞ്ഞു. വിഷ്ണുവിനെ എവിടെയെല്ലാം തിരഞ്ഞു, കണ്ടില്ല. മരിച്ചുവെന്നോ ജീവിച്ചിരിക്കുന്നുവെന്നോ അറിയില്ല. എങ്കിലും പാലത്തുരുത്തിന് പ്രബലമായ ഒരു ഊഹമുണ്ട്. രാത്രിയിൽ വിഷ്ണു എഴുന്നേറ്റ് പോകുന്നു. അയാൾ ശവക്കുഴി മാന്തി മീനുവിനെ പുറത്തെടുക്കുന്നു. ഒരു കുട്ടിയെ എന്ന പോലെ അവളെ വാരിയെടുത്തുകൊണ്ട് മനക്കിലേക്ക് നടക്കുന്നു. മനയുടെ ചുറ്റോടു ചുറ്റിലും തീ കൊളുത്തിയിട്ട് അയാൾ മീനുവിനെയും കൊണ്ട് ഒരിരുണ്ട മുറിയിൽ ചെന്നിരിക്കുന്നു. അവളെ മടിയിൽ കിടത്തിയിട്ട് അയാൾ അവളോട് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞിരിക്കാം. തണുത്ത് നിർജീവമായ ആ മുഖത്ത് സ്നേഹപൂർവ്വം തലോടിയിരിക്കാം. ഇനി നാം ഒരിക്കലും പിരിയുകയില്ലെന്നും എന്നെന്നും ഒന്നിച്ച് ജീവിക്കുമെന്നും മന്ത്രിച്ചിരിക്കാം. വെണ്ണീർ കൂമ്പാരത്തിനിടയിൽ നിന്ന് അസ്ഥികഷ്ണങ്ങൾ പോലും കണ്ടുകിട്ടിയില്ല. 3 മാസം കഴിഞ്ഞപ്പോഴാണ് കുട്ടപ്പനെ പോലീസ് പിടികൂടുന്നത്. കാസർകോട്ടോ മറ്റോ വെച്ച്. നമ്പൂതിരി കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുക, പ്രതിക്കൂട്ടിൽ കയറുക, ജയിലിൽ പോകുക. അതൊക്കെ അക്കാലത്ത് എന്ത് കോളിളക്കമാണുണ്ടാക്കിയത്. നമ്പൂതിരിപ്പാടിനെതിരെ സാധാരണക്കാരായ ജനങ്ങളുടെ രോഷം തിളച്ചു മറിഞ്ഞു. അവർ ചെല്ലപ്പൻ്റെയും മീനുവിൻ്റെയും ചോരയ്ക്ക് പകരം ചോദിക്കാൻ വെമ്പൽ കൊണ്ടു. പാർട്ടിയായിരുന്നു കേസ് നടത്തുന്നതിൽ മുന്നിട്ട് നിന്നത്. നമ്പൂതിരിപ്പാടിനു വേണ്ടി സമുദായം രംഗത്തു വന്നു. അധികാരതലത്തിലും ഉന്നതന്മാർ ഇടപെട്ടു. നമ്പൂതിരിപ്പാടിനെ രക്ഷിക്കാൻ സമ്മർദ്ദവും സ്വാധീനവും ചെലുത്തി. എത്രയെത്ര കോടതികൾ കയറിയിറങ്ങി. ഒടുവിൽ കുട്ടപ്പനെയും കൃഷ്ണൻകുട്ടിയെയും നമ്പൂതിരിപ്പാട് കൈവിട്ടു. അച്യുതൻ നായരെ വിട്ടുകളഞ്ഞില്ല. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത് നമ്പൂതിരിപ്പാടും അച്യുതൻ നായരും മാത്രം. കുട്ടപ്പൻ ഹൈക്കോടതി വരെ പോയി. ഒടുവിൽ തൂക്കുമരത്തിന് കീഴടങ്ങി. കൃഷ്ണൻകുട്ടി 12 വർഷം ജയിലിൽ കഴിഞ്ഞു. അയാൾ ഇപ്പോൾ എവിടെയായിരിക്കുമോ, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ അറിയില്ല. നമ്പൂതിരിപ്പാട് രക്ഷപ്പെട്ടെങ്കിലും അതൊരു രക്ഷപ്പെടലായിരുന്നോ? ഐശ്വര്യവും സമ്പത്തും കളഞ്ഞു കുളിച്ചു. ആഭിജാത്യങ്ങളും അഭിമാനങ്ങളും നാറിപ്പുഴുത്തു. അവഗണനയും അപമാനവും പുച്ഛവും സഹിച്ച് പടിപ്പുരയിൽ ഒരു നായയെപ്പോലെ 15 വർഷം കൂടി ജീവിച്ചു. സംവത്സരങ്ങൾ, അവയുടെ സംഭവബാഹുല്യം. മേലംകുളത്ത് മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിനോടുകൂടി പഴകി ദ്രവിച്ച ഒരു കാലഘട്ടം പാടെ കത്തിപ്പോയിരിക്കുന്നു. തോമസ് ചേട്ടൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. നേർത്ത കാറ്റ്. ചിത അടങ്ങിക്കാണും. കനലുകൾ അണഞ്ഞിട്ടുണ്ടാവും. അച്യുതൻ നായർ ഇപ്പോഴും മൂകസാക്ഷിയെപ്പോലെ നോക്കി നിൽക്കുന്നുണ്ടാവുമോ? തോമസ് ചേട്ടൻ ആ ദിക്കിലേക്ക് നോക്കി. മേലംകുളത്ത് മന കത്തിയെരിയുന്നത് കാണുന്നുണ്ടോ? മീനുവിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആളിക്കത്തുന്ന അഗ്നിയുടെ കൊട്ടാരത്തിലേക്ക് വിഷ്ണു നടന്നു കയറുന്നുണ്ടോ? മീനുവിൻ്റെ തോണി മലവെള്ളത്തിൽ തട്ടിമറിഞ്ഞ് ഒഴുകി നീങ്ങുന്നുണ്ടോ? അകലേക്ക്, അഴിമുഖത്തേക്ക്, അനന്തതയിലേക്ക്. തോമസ് ചേട്ടൻ ജനലടച്ചു. മനസ്സിലെ തത്ത എന്തേ ഉറങ്ങുന്നില്ല? മനക്കിലെ തത്ത, ചക്രവാളത്തിലേക്ക് പറന്നുപോയ തത്ത. അയാൾ അസ്വസ്ഥതയോടെ അതിനെ ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചു. അത് വഴുതിപ്പോയി. മനസ്സിൻ്റെ മങ്ങിയിരുണ്ട ചക്രവാളത്തിലേക്ക് അത് പറന്നകന്നു. ഒരിക്കൽ കൂടി തിരിച്ചു വരാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി. നോവൽ ഇവിടെ പൂർണ്ണമാവുന്നു.